or through print media or some other way. But institutional social responsibility may be a new word or terminology for many of the people. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ബിസിനസ് സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ കുറെ ബിസിനസ്സുകാരെ വാർത്തെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയി റെഡി ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതെന്നാണ് പലപ്പോഴും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത്. I believe that the prima facie of any educational institution is not with the number games. എന്ന് പറഞ്ഞാൽ മാർക്ക് ഉണ്ടാക്കുന്ന കുറെ അല്ലെങ്കിൽ പാസ്സാകുന്ന തൊപ്പിയിട്ട കുറെ മുട്ടക്കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ള, I don't know whether the usage is correct or not, എന്നുള്ളതല്ല. The basic prima facie of any education, whether it be a business institution or engineering or elementary or any institution, the basic role of any educational institution is to instill the moral value and social responsibility to the students എന്നുള്ളതാണ്. അത്തരത്തിൽ, കാരണം എന്നാൽ മാത്രമേ നാളെ ഇവരൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അത്തരത്തിൽ അവർ ബിഹേവിയറൽ പാറ്റേൺ കാണിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ബിസിനസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം we are trying to create or develop or groom the students to a socially responsible, സെൻസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ കോമൺ സെൻസ് ഉള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ആശാനാളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് വന്നത്. ആക്ച്വലി നമുക്കറിയാം, കഴിഞ്ഞ 15 മാസമായിട്ട് നമ്മൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ എല്ലാവരും പാൻഡമിക്കുമായിട്ട് ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മൾ അതിനെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നേരിടുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഏകദേശം 25 ലക്ഷം ആളുകൾ കൊറോണ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതിൽ 22 ലക്ഷത്തോളം ആളുകൾ റിക്കവേർഡ് ആയി. 2.5 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ക്വാറന്റൈനിലോ താമസിക്കുന്നു. ഏകദേശം 8,000-ഓളം ആളുകൾ നമ്മളെ വിട്ട് വേർപിരിഞ്ഞുപോയി. ഇതിനേക്കാളും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത്, യു ഓൾ നോ ദാറ്റ് വി ആർ ഓൾ ഫ്ലഡഡ് വിത്ത് സോ മെനി മെസ്സേജസ്. വാട്സാപ്പ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും അല്ലെങ്കിൽ ഏത് മീഡിയ നോക്കിയാലും ഒരുപാട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് മെസ്സേജുകൾ വരും. അതിൽ ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് ഫാൾസ്, ഏതാണ് സത്യം എന്ന് പലപ്പോഴും നമുക്ക് അറിയാത്ത ഒരു സിറ്റുവേഷൻ വരും. ഈ കഴിഞ്ഞിടയ്ക്ക് ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞ് കൊറോണ വന്നു, പിന്നെ അത് കഴിഞ്ഞ് ബ്ലാക്ക് ഫംഗസ് വന്നു. പല പല ഹോക്സ് മെസ്സേജുകൾ നമ്മൾക്ക് വരാറുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പരീക്ഷിക്കാറുണ്ട്. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലാണ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ദാറ്റ് വി ക്യാൻ ഡു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മുടെ കുട്ടികളാണ് ഈ ആശയം ആദ്യമായിട്ട് മുൻപോട്ട് വെക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ആശാനാളം ഒരുമിച്ച് നമുക്ക് ബി അവെയർ ആൻഡ് ബിവെയർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും പാൻഡമിക് ആണ്, കൊറോണയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു, ഒരു വയ്യായ്മ വന്നു, ആരോട് ചോദിക്കണം? അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് കിട്ടി, അതിന്റെ സത്യം എന്താണ്, ഈസ് ഇറ്റ് ട്രൂ ഓർ നോട്ട് എന്ന് പലപ്പോഴും നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന ഹോക്സ് മെസ്സേജുകളുടെ ഇടയിൽ ഈ ദിശ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നമുക്ക് പലപ്പോഴും അറിയാവുന്നത് കൊറോണ വരുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയല്ല, നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് സത്യമാണോ അല്ലയോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് വയ്യാതെ വന്നു, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വീണു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊന്ന് വീണു, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാരും വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് മെന്റലി ഡിപ്രസ്ഡ് ആവുന്നു, സ്ട്രെയിൻ ആവുന്നു, സ്ട്രെസ് ആവുന്നു, കുട്ടികൾ അഡോളസന്റ് ഏജിലുള്ള കുട്ടികൾക്ക് പല പ്രശ്നം, ഇതൊക്കെ ചോദിക്കാൻ പറയാനും 1056 അല്ലെങ്കിൽ 104 എന്ന് പറയുന്ന ദിശയിലേക്ക് വിളിക്കാം എന്നുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾ പലപ്പോഴും ഒരു കോമൺ പബ്ലിക്കിലേക്ക് എത്താറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ കാണും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കാണും, അല്ലെങ്കിൽ നമുക്കുണ്ടാവും, പെട്ടെന്നൊരു അസുഖം വന്നു, ഇപ്പൊ ആശുപത്രിയിൽ പോകാൻ പേടിയാണ്, എങ്ങോട്ട് പോകും, ആരെ വിളിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ കണക്ട് ആവില്ല, അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് കിട്ടില്ല. ഇത്തരത്തിൽ നമ്മുടെ ഗവൺമെന്റിൽ തന്നെ ഉണ്ട് ഈ സഞ്ജീവിനി OPD എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി. എനിക്കറിയില്ല എത്ര പേർക്ക് ഇതറിയാണ്. നമ്മളുടെ ഫോൺ നമ്പറും പേരും മാത്രം കൊടുത്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഡോക്ടേഴ്സ് തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മെഡിക്കൽ സർവീസ്, ഈ പ്രിസ്ക്രിപ്ഷൻ അടക്കം നമുക്ക് കിട്ടും. പക്ഷെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഒന്നും പലപ്പോഴും ഇറ്റ് ഈസ് നോട്ട് ബീങ് സർക്കുലേറ്റഡ്. പലപ്പോഴും പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ഇപ്പൊ അറിയാം 3rd വേവ് ഓഫ് കൊറോണ വരുന്നു, കുട്ടികളെ അഫക്ട്, ഇങ്ങനെ ഒരുപാട് നമ്മളെ വല്ലാണ്ട് കൺസേൺ ആക്കുന്ന ഒരുപാട് മെസ്സേജുകൾ വരുന്നു. ഇത്തരത്തിലാണ് ഞങ്ങൾ ചിന്തിച്ചത്, ഇതിന് നമുക്ക് എന്ത് അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരാം, വാട്ട് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, what is the best that we can give എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു.
അവിടെ നിന്ന് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞങ്ങൾ KBS മാത്രമല്ല, പാലക്കാട് മെഡിക്കൽ കോളേജും എറണാകുളം മെഡിക്കൽ കോളേജും കോട്ടയത്തു നിന്നുള്ള കുറെ നല്ല ഡോക്ടേഴ്സ് ഞങ്ങളോടൊപ്പം കൈ ചേരുന്നുണ്ട്. അവർ പറഞ്ഞു ഇങ്ങനെയുള്ള സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള കേസുകൾ ഞങ്ങളുടെ ഒരു വെബിനാർ സീരീസുകളോ അല്ലെങ്കിൽ 10-15 മിനിറ്റ് അടങ്ങുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ബൈറ്റ്സോ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. You air and you circulate. Make sure that the hawk messages are not circulated. കാരണം ഡോക്ടേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഓതോറിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. കാരണം ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട അത്തരത്തിലുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ ആണ്. പലപ്പോഴും തെറ്റായിട്ടുള്ള കുറെ നാട്ടു ചികിത്സയൊക്കെ ചെയ്ത് നമ്മൾ പലപ്പോഴും ഈ എൻഡ് അപ്പ് ഇൻ റിയലി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ആശാനാളം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് KBSന്റെ ഇത്തരത്തിലുള്ള ഒരു സീരീസ് ഓഫ് അവയർനെസ് ക്യാമ്പയിൻസ് ആണ്. അപ്പൊ ഞങ്ങൾ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പലരും പറഞ്ഞു ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതിൽ എന്താ ഇപ്പൊ പ്രത്യേകതയുള്ള. അപ്പൊ ഞാനൊരു ചെറിയ കഥയാണ് എല്ലാവരോടും പറയാനുള്ളത്. ആ കഥ ഇങ്ങനെയാണ്, എന്നെ ഒരുപാട് ടച്ച് ചെയ്തല്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഐ തിങ്ക് ദാറ്റ് ഇസ് എ വെരി നോട്ട് വർത്തി സ്റ്റോറി. നമ്മൾ കുഞ്ഞുങ്ങളോട് കുഞ്ഞായിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അത് രാമായണത്തിലെ ഒരു കഥയാണ്. രാമൻ സേതുപാലം ഉണ്ടാക്കാൻ നേരത്ത് മല്ലന്മാരായിട്ടുള്ളവരെല്ലാവരും വലിയ വലിയ കരിങ്കല്ലുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു കൊച്ചു ജീവിയുണ്ട്, ഒരു കുഞ്ഞു ജീവി. ആ ജീവി ഇത് നോക്കി നിൽക്കും. ആ ജീവി പറയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കൽമടിക്കാരൻ പറഞ്ഞു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു കനോട്ട് ഡു എനിത്തിങ് ബിക്കോസ് യു ആർ എ സ്മോൾ ക്രീച്ചർ, യു കനോട്ട് ഡു എനിത്തിങ്. അന്ന് വേറെ ആരും അല്ലായിരുന്നു, നമ്മളൊക്കെ പറയുന്ന സ്ക്വിറൽ അല്ലെങ്കിൽ അണ്ണാറക്കണ്ണനാണ്. അപ്പൊ അണ്ണാറക്കണ്ണൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്കും ചെയ്യാൻ പറ്റും. അവൻ നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മണലിൽ കിടന്നൊന്ന് ഉരുണ്ടിട്ട് നേരെ ആ പാലം ഉണ്ടാക്കുന്നിടത്ത് പോയിട്ടൊന്ന് കുടഞ്ഞു. അങ്ങനെ അവൻ രാവധ്വാനിച്ച് വൈകുന്നേരം വരെ അധ്വാനിച്ച് ഒരു ചെറിയൊരു സാൻഡ് ബെഡ് പോലെ, ഒരു ചെറിയ ഒരു വിരല് കുത്താവുന്ന ഒരു സ്റ്റാൻഡ് ബെഡ് ഉണ്ടാക്കി. ഇത് മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന രാമൻ വിളിച്ചിട്ട് ചോദിക്കും നീ എന്താ ചെയ്തേ. അപ്പൊ പറയും എനിക്ക് ഇത്രയും വലിയ വലിയ കരിങ്കല്ലോ ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ എന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ ചെറിയ മണൽത്തരികൾ കുടഞ്ഞ് എനിക്കൊരു ചെറിയ പാത, നേർത്തൊരു പാത ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഉദ്യമത്തിൽ ഞാനും എന്റെ ജീവിതവും ധന്യമായി. ആ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രാമൻ ഇത് കേട്ട് ഒത്തിരി സന്തുഷ്ടനായിട്ട് അവന്റെ മേത്തൊന്ന് തലോടും. നമുക്കറിയാം ഐതിഹ്യത്തിൽ കഥ അവസാനിക്കുന്നത് സ്ക്വിരലിന്റെ മേത്തുള്ള 3 പാടുകൾ അങ്ങനെ രാമൻ തലോടിയതാണെന്നും നിന്റെ തലമുറ എന്നുവരെ ഉണ്ടോ അന്നുവരെയും ഇത് നീ ചെയ്ത് വലിയ നല്ല പ്രവൃത്തി ഓർമ്മിക്കും എന്നും പറഞ്ഞ് ബ്ലസ് ചെയ്താണ് വിട്ടേന്നുള്ളത്. ദ സെയിം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. We are not trying to do big things, but we are trying to do small things in a totally different manner, which will be a blessing for many. ഞങ്ങളെ കൊണ്ട് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ അണ്ണാറക്കണ്ണന്റെ, അതാണല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ കഥ പറഞ്ഞോളൂ, ഒരു പഴഞ്ചൊല്ലുണ്ട്, അണ്ണാറക്കണ്ണനും കന്നാലായത്. സെയിം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഒരു ചെറിയ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, അത് ബ്ലാക്ക് ഫംഗസിൽ നമ്മളെ വിട്ട് തിരിഞ്ഞു പോയവർക്ക് ഒരു ചെറിയൊരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമും കൂടെ. മേ ബി അത് എല്ലാരും ചോദിക്കേണ്ട അത് കിട്ടുവോ അല്ലെങ്കിൽ എത്ര കൊടുക്കും. അവിടെ ബൈബിളിലെ ഒരു കഥയാണ് സാധാരണ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അതിങ്ങനെയാണ്, ഒരു ദേവാലയത്തിൽ എല്ലാവരും ഒത്തിരി പൈസ ഇടുമ്പോൾ ഒരു ചെറിയ 2 വെള്ളിക്കാശ് ഇടുന്ന ഒരു സ്ത്രീയെ നോക്കിയിട്ട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വിധവയാണ് മറ്റെല്ലാരേക്കാളും കൂടുതലിട്ട്. അപ്പൊ ശിഷ്യന്മാരേക്കും ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ, കാരണം ബാക്കിയുള്ളവരിൽ ഒത്തിരി പൈസ ഇട്ടു, ആ വിധവ 2 വെള്ളിക്കാശ് ഏറ്റവും ചെറുതല്ലേ ഇട്ടത്. അപ്പോ തമ്പുരാൻ പറയുന്ന ഒരു കാര്യം, അതാണ് ഏറ്റവും കൂടുതൽ കൗണ്ട് ചെയ്തത്. We are also trying to teach our kids or our students that whatever the small element is done, that is highly appreciated. So ഇത്തരത്തിലുള്ള ഒരു നോബിൾ കോസിൽ മേ ബി ഞങ്ങൾ സമാഹരിക്കുന്ന ഒരു എമൗണ്ട് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ ചിലപ്പോൾ മേ ബി യു വിൽ ബി കോൺട്രിബ്യൂട്ടിങ് സംതിങ്, അതൊരു മേ ബി ഒരു 50 രൂപയാവും, 5 രൂപയാവും, 10 രൂപയാവും. മേ ബി ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ കമ്മ്യൂണിറ്റി. മേ ബി ഒരു കൊടുക്കുന്ന കുടുംബത്തിൽ 1 കിലോ അരി വാങ്ങിക്കാനായിരുന്നു. ബട്ട് ആ ഉദ്യമത്തിൽ ഞങ്ങൾക്കും അണ്ണാറക്കണ്ണനെ പോലെ തന്നെ ആ കുടഞ്ഞിടുന്ന ചെറിയ മണൽത്തരികൾ പോലെ ആകാൻ പറ്റുമെങ്കിൽ that is. And also we are trying to instill the social value and moral value to the students. With this note, I'm just closing what is the intention behind the Ashanalam, and let me get into my official duty of welcoming our dignitaries. Let me first welcome our chief guest, Dr. Danish Salim. അദ്ദേഹത്തെ പറ്റി എനിക്ക് തോന്നുന്നില്ല പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന്, ബിക്കോസ് ഈസ് ദ very socially relevant person and very socially responsible citizen, I should say. കാരണം 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇതിന് അപ്പുറത്തേക്ക് ഈ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഏതൊരു കോസിനും അപ്പോൾ തന്നെ ജനറൽ പബ്ലിക്കിലേക്ക് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നുള്ളത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇമ്മീഡിയറ്റ്ലി
പങ്കിടാറുണ്ട്. മേ ബി ഞങ്ങളുടെ തന്നെ ഒരു ഫാക്കൽറ്റി ഏകദേശം 28 ദിവസത്തോളം കൊറോണയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഇച്ചിരി സീരിയസ് ആയിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുണ്ടായി, ഡാനിഷ് ഡോക്ടറിന്റെ ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സീരിയസ്, ബിക്കോസ് ഹി വാസ് എഫക്റ്റഡ് വിത്ത് ന്യൂമോണിയ, എനിക്ക് ഇത്രയും വരില്ലായിരുന്നു. കാരണം ഡോക്ടർ എപ്പോഴും സോഷ്യലി റെലവെന്റ് ആൻഡ് അപ് ടു ഡേറ്റ് ആണ്. അത്തരത്തിലുള്ള ഡോക്ടർ ഞങ്ങൾ ചോദിച്ചാൽ ആരെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്? സോ യുനാനിമസ്ലി വി കം ടു എ കൺക്ലൂഷൻ, ഡോക്ടർ ഡാനിഷ് സലീം. ഞങ്ങളുടെ കുട്ടികളും ടീച്ചേഴ്സും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു വാക്കാണ്. We tried to contact him. ഒരു തടസ്സവും പറയാതെ immediately he accepted our invitation. So with so much pleasure and happiness, let me welcome Dr. Danish Salim to our inaugural function. Next is ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആദ്യം വെക്കുന്നത് നമ്മളുടെ കൗൺസിലറെയാണ്. ബിക്കോസ് നമ്മുടെ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൗൺസിലറിന്റെ ഒരു wholehearted support ആണ്. Actually, we are really blessed with such a vibrant counselor, Mr. Abdul PM. കാരണം ഞങ്ങളുടെ ഓരോ കാര്യത്തിനും അബ്ദുൽ സാറിനെ വിളിച്ചു പറയും, സാർ ഇങ്ങനെ ഒരു ഞങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ട്, സാറ് രാത്രിയൊന്നും ഇല്ല രാവിലെയൊന്നും എപ്പോ വിളിച്ചാലും ഇമ്മീഡിയറ്റ്ലി ഫോൺ നൽകുകയും അതുപോലെ ഞങ്ങളെ പല കാര്യത്തിൽ ഗൈഡ് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഫാക്കൽറ്റി വഴിയാണ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തത്. അതല്ല ഇങ്ങനെയാണ്, ഇന്നടത്ത് ഇന്നത് ചെന്നാൽ കിട്ടും, അല്ലെങ്കിൽ ഇന്നതാ ചെയ്യേണ്ടത്. ഞങ്ങളുടെ കുട്ടികൾക്ക് കൊറോണ വരുന്ന സമയത്ത് എക്സാമിനേഷന്റെ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തൊരു കാര്യത്തിനും ഞങ്ങൾക്ക് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പില്ലറായിട്ട്, ഞങ്ങളുടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃതവും അല്ലെങ്കിൽ സുഹൃത്തുമായ ഞങ്ങളുടെ കൗൺസിലർ മിസ്റ്റർ അബ്ദുൾ PM ആണ്. സർ, വി വെൽക്കം യു ടു ദിസ് നോബൽ കോസ് ഫോർ ദി ഇനോഗ്രേഷൻ ഫംഗ്ഷൻ ഓഫ് ആശാനാളം. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാർത്തോമ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മാനേജർ ആയിരിക്കുന്ന റെവറൻഡ് CA വർഗീസ് അച്ഛനെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഏതൊരു കാര്യത്തിനും അച്ഛനോട്, അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് പോകണം, അച്ഛന്റെ പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം, ബിന്ദു പൊയ്ക്കോളൂ ഞങ്ങളുണ്ട് എന്ന ഒരു സ്വരത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കിൽ ഞങ്ങളെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ഒരു, ഞങ്ങൾക്ക് ശരിക്കും ഒരു ആശാനാളം തന്നെയാണ് CA വർഗീസ് അച്ഛൻ. കാരണം എല്ലാ കാര്യത്തിലും മേ ബി ഒരു ഗൈഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാക്ക് ചോദിക്കുന്നതിനാണെങ്കിലും അച്ഛൻ ഒരിക്കലും ഒരു നോ പറഞ്ഞിട്ടില്ല. You proceed, we are there with you എന്ന് പറയണം. So Acha, I would with so much happiness I welcome you to this function, to CA വർഗീസ് അച്ഛൻ. തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടർ ആയിരിക്കും. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ തല കറക്റ്റ് അല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും, അത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു നല്ലൊരു തലയുണ്ട്. ആൻഡ് വെരി 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 വൈബ്രന്റ് ഡയറക്ടർ മിസ്റ്റർ തോമസ് ജോർജ് കെ, ഞങ്ങൾ തൊമ്മൻ എന്നാണ് സാധാരണ വിളിക്കാറ്. ഞങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രോവേർബ് വെച്ചാണ് അഡ്രസ് ചെയ്യാറ്, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അത് ട്രൂലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വൈബ്രന്റ് പേഴ്സണാലിറ്റി. ഏതൊരു കാര്യം കഴിയുമ്പോഴും ബിന്ദു പ്രൊസീഡ് ചെയ്തോളൂ, അതിൽ എന്തെങ്കിലും വരണം അപ്പം നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞ് ഈ ആശാനാളത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ഞങ്ങളെ ഈ നിമിഷം വരെയും കീപ് അപ്ഡേറ്റിംഗ് ആൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ തൊമ്മൻ ഒഫീഷ്യലി ഡോക്ടർ തോമസ് ജോർജ് കെക്ക് ഞങ്ങൾ ഈ സമയത്ത് വി വെൽക്കം യു സർ ടു ദിസ് ഫംഗ്ഷൻ. ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് സ്കൂൾ ആകുമ്പോൾ അതിന്റെ ഏറ്റവും ഇന്റഗ്രൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ്സ് ആയിരിക്കും. തീർച്ചയായിട്ടും KBS is actually blessed with the corporate connection. ഞങ്ങൾ കോർപ്പറേറ്റ്സ് ആയിട്ട് വളരെ നല്ല കണക്ഷൻസ് വെക്കണം. അതിന് CCL കോർപ്പറേറ്റ് ക്രിക്കറ്റ് ലീഗ് പോലുള്ള പ്രോഗ്രാംസോ അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാംസ് വരുമ്പോൾ ഞങ്ങൾ ടേക്കപ്പ് കോർപ്പറേറ്റ് ആയിട്ട് എന്നും ഞങ്ങൾ ഒരു നല്ല സൗഹൃദങ്ങൾ വെക്കാറുണ്ട്. അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സിമേഗ സിന്തൈറ്റിന്റെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള സിമേഗയിലെ HR മാനേജർ മിസ്റ്റർ മിഥുൻ രാജ്. ആക്ച്വലി അദ്ദേഹം ഞങ്ങളുടെ ഒരു നല്ലൊരു സ്റ്റേക്ക് ഹോൾഡറാണ്, ഞങ്ങളുടെ ഒരു നല്ലൊരു വെൽവിഷറാണ്. മേ ബി ഒരു ബിസിനസ് സ്കൂൾ എങ്ങനെ ആയിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു, ഹൗ ടു ഗ്രൂം യുവർ സ്റ്റുഡൻസ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഒരു നല്ല ഞങ്ങളുടെ ഒരു വെൽവിഷറും കൂടിയാണ് മിസ്റ്റർ മിഥുൻ രാജ്. സോ വി വെൽക്കം യു ടു ദിസ് ഫംഗ്ഷൻ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇന്ന് ഒരുപാട് വാക്സ് ഓഫ് ലൈഫിൽ നിന്നുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഒരു എന്താ പറയുന്ന ഒരു സോഷ്യൽ കോസ് ആസ് വെൽ ആസ് മെഡിക്കൽ റിലേറ്റഡ് ആകുമ്പോൾ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇത്തരത്തിലൊരു കാര്യമുണ്ട്, ഡോക്ടേഴ്സുമായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പാലക്കാട് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ മിസ്റ്റർ റിബു സാം സ്റ്റീഫനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, തീർച്ചയായിട്ടും ഞങ്ങളുടെ 10 minutes വീഡിയോയോ അല്ലെങ്കിൽ ഒരു വെബിനാർ സീരീസോ വി ആർ ദേർ ഫോർ യു.
എന്ന് പറഞ്ഞ് ഞങ്ങളെ ഹോൾ ഹാർട്ടഡ്ലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, എറണാകുളം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഇന്നിവിടെ I believe that they have joined, and they also told that wholeheartedly we support for this noble function. So അത്തരത്തിൽ ഉള്ള ഡോക്ടർ റിബു സാം സ്റ്റീഫനെ ഞാൻ പ്രത്യേകം വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നിട്ടുള്ള മറ്റു ഡോക്ടേഴ്സ്, കോർപ്പറേറ്റ്സിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ പേരൻസ്, അതുപോലെ തന്നെ ഒരുപാട് ഞങ്ങളുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഞങ്ങളുടെ വെൽവിഷേഴ്സും ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സും. ഇവരെയൊക്കെ ഞാൻ ഐ വെൽക്കം ദം ഹോൾ-ഹാർട്ടഡ്ലി. പിന്നെ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ KBS, ഞങ്ങളുടെ ഫാക്കൽറ്റീസ്, ഞങ്ങളുടെ നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസ്, ഞങ്ങളുടെ പിള്ളേർ, നിങ്ങൾ ഈ കണ്ടിട്ടുള്ള വീഡിയോസ്, പോസ്റ്റേഴ്സ് എല്ലാം ഞങ്ങളുടെ കുട്ടികൾ രാവിലെയും രാത്രിയും ഒക്കെ ഉണർന്നിരുന്ന് ചെയ്തതിന്റെ ഫലമാണ്. സോ ഞങ്ങളുടെ ബാക്ക് ബോൺ, ഞങ്ങളുടെ heart and soul of KBS എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരാ. So I just welcome all my dear students to this noble cause, Ashanalam. With this note, I am just winding up my official duty to welcome each and everyone. Thank you so much. Thank you so much, ma'am, for your kind words. It is my honor and privilege to introduce the chief guest of the day, Dr. Danish Salim. Dr. Danish Salim, who is currently working as the Academic Director and Head of Emergency Department at PRS Hospital, Trivandrum, has over 10 years of experience in emergency and critical care. He is also part of the Society for Emergency Medicine India as the Kerala State Secretary and National Innovation Head. He is also Vice President at Indian Medical Association, Kovalam, and Senior Specialist at Abu Dhabi Health Authority. He was active in the field of emergency medicine and had contributed in bringing in multiple innovations. Dr. Danish was awarded nationally as Best Innovator in Emergency Medicine and Young Achiever, as well as the Best Emergency Physician of State Award. Among multiple innovations like an app for accident alerts, jump kits for common emergency management, Dr. Danish brought into being the first bike ambulance and a single statewide app to control and coordinate private and public ambulances under one platform. This network was appreciated and is successfully running with the support of the government currently. Besides the technology field, Dr. Danish was enthusiastic in conducting more than 2,000 structured emergency training classes for common men, residents, doctors, and healthcare professionals over the span of 5 years. നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ഡാനിഷ് സലീമാണ് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആരോഗ്യരംഗത്തുള്ള അറിവുകളും അതുപോലെ തന്നെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥയും പറഞ്ഞു തന്നുകൊണ്ട് അദ്ദേഹം വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു. അദ്ദേഹത്തെ സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. Good evening all. Thank you everyone for inviting me. So ഇങ്ങനെ ആക്ച്വലി എന്റെ കൊച്ചി ബിസിനസ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന സമയത്ത് എനിക്ക് രാഹുലാണ് സംസാരിച്ചത്. ഞാനും വിചാരിച്ചു ഈ ബിസിനസ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എങ്ങനെ വരും എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഇത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് വീണ്ടും റീകൺഫേം ചെയ്തത്. പക്ഷെ അത് ഇപ്പൊ ഈ ഒരു ടോക്ക് കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത്രമാത്രം നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള കാര്യവും. ഞാൻ വളരെ ശ്രദ്ധാപൂർവമായിട്ട് കേൾക്കുമായിരുന്നു ഡോക്ടർ ബിന്ദു പറഞ്ഞതും, അതുപോലെ നിങ്ങളുടെ ഡയറക്ടറിനെ പരിചയപ്പെടാൻ പറ്റി ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച്. അതൊക്കെ വളരെ വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി വിശിഷ്ടാതിഥികൾ കാണും ഈ പ്രോഗ്രാമിൽ. അവർക്ക് എല്ലാവർക്കും തന്നെ നമസ്കാരം. നമുക്ക് പ്രോഗ്രാമിലോട്ട് കിടക്കാം. അപ്പൊ ഈ ഒരു ആശാനാളം നമുക്കൊരുക്കാം കരുതൽ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം വളരെ മോശകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ തീരുമെന്ന് കരുതിയത് ഇപ്പോഴും വളരെ ആർജവത്തോടെ തന്നെ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അതിന്റെ കൂടെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതിപ്പോ സാമ്പത്തികമായും അതുപോലെ മാനസികമായും ശാരീരികമായും ഉള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഡോക്ടർ ബിന്ദു പറഞ്ഞ കുറെ പോയിന്റ്സ് എനിക്ക് ആക്ച്വലി വീണ്ടും സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് അറിവിനെയും കാട്ടും കോമൺ സെൻസ് എന്നുള്ളൊരു സാധനം. അത് ആർക്കും ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പല തെറ്റായ വാർത്തകളും ഇതുപോലെ പുറത്തു വരുന്ന വാർത്തകളും എല്ലാം ശരിക്കും നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എന്നിട്ടും അത് വീണ്ടും അതുപോലുള്ള വ്യാജ പ്രചാരണങ്ങളും അതുപോലെ കോവിഡിനെതിരെ നമുക്ക് ശക്തമായി നിൽക്കേണ്ട സമയത്ത് നമ്മൾ വിഭജിച്ചു പോകുന്നത് കാരണം പല പ്രോബ്ലം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, ഇതുപോലുള്ള നല്ല
പ്രവർത്തനത്തിന് കൂടെ നിൽക്കാൻ കഴിയുക. നമുക്ക് ഒത്തിരി മഹത്തായ വ്യക്തികൾ ഈ ഒരു ചടങ്ങ് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് ഇത് ഉടനെ നമുക്ക് ഇത് തീരില്ല എന്നുള്ളതാണ്. 2021 ഫുൾ വരെ എന്തായാലും ഇത് ഉറപ്പായിട്ടും ഇവിടെ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശക്തിയായിട്ട്, ഇപ്പം പ്രത്യേകിച്ചും ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരു ചെറിയ ഗ്രൂപ്പാണ്, ഒരു 40 ഡോക്ടർമാർ ചേർന്നിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞതുപോലെ അണ്ണാനും എന്ന് തന്നാലായെന്ന് പറഞ്ഞില്ല, അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ ചെറിയ കാര്യമാണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യം ഞാൻ പറയുന്നില്ല, ഇതൊരു വലിയൊരു കാര്യമാണ്. ഇത് വലിയ കാര്യത്തിന് എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും നേരുന്നു, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും നേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് വേണമെങ്കിലും പറയാം. നേരത്തെ പറഞ്ഞതുപോലെ 1056 എന്നുള്ള നമ്പർ ഒന്നും ആർക്കും അറിയില്ല. ആക്ച്വലി ഞാൻ പോലും പലപ്പോഴും വിളിച്ചു ചോദിക്കുന്ന നമ്പറാണ്. നമുക്ക് സംശയങ്ങളോ നമുക്ക് പെട്ടെന്ന് ആരോഗ്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴല്ല, ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അവരെ വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങളിപ്പോ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 9495365247 എന്നുള്ളത്. റൗണ്ട് ദ ക്ലോക്ക് നമ്മൾ 35 ഡോക്ടർമാരുണ്ട്, IMA എന്നുള്ള കുറെ സ്റ്റുഡൻസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ റൺ ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞാൻ പറയുന്നു. ഇതുപോലുള്ള നല്ല പ്രോഗ്രാം നടക്കണം. കാരണം ഈ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ മനസ്സിൽ കയറുന്ന കാര്യങ്ങളാണ് നമുക്ക് ഭാവിയിലും നമ്മൾ ജീവിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെ അത് കണക്കാക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. നമുക്ക് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ഉള്ള ഒരു ടോക്കായിട്ട് എടുക്കാം. കാരണം ബ്ലാക്ക് ഫംഗസ് ഒത്തിരി ആളുകൾക്ക് അറിയാം എന്താണെന്നും അത് പിന്നെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന്. അപ്പൊ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് കോവിഡിൽ അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള ഒരു 10-15 പോയിന്റിൽ നിർത്താനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യമായിട്ട് കോവിഡ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അറിയണം. നമ്മുടെ ശരീരത്തിൽ ഒരു 3 സ്റ്റേജിലൂടെയാണ് ഈ കോവിഡ് വൈറസ് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റെപ്ലിക്കേഷൻ ഫേസ് എന്നാണ് പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ ഫേസിൽ നമ്മുടെ വൈറസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം സാധാരണ ഒരു സാധനം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി സോൾജേഴ്സ് ഉണ്ട്, വരുന്ന എനിമീസിനെ തുരത്താൻ വേണ്ടി ഉള്ള സോൾജേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഫൈറ്റ് നടക്കുകയാണ്. പക്ഷെ ഫൈറ്റ് നടക്കാത്ത സമയത്ത് റെപ്ലിക്കേഷൻ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? വൈറസ് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ആന്റിബോഡി ഇല്ല. അപ്പോൾ അവിടെ റിപ്ലിക്കേറ്റ് ചെയ്യാം, വൈറസ് റിപ്ലിക്കേറ്റ് ചെയ്ത് അത് മൾട്ടിപ്ലൈ ചെയ്യാം. ആ സമയത്താണ് നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. കോമൺ ആയിട്ട് ഉണ്ടാവുന്ന നമുക്ക് അറിയാവുന്ന പനി, വരണ്ട ചുമ, പിന്നെ അതുപോലെ മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക, വയറിളക്കം, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണ വരുന്നത്. ഈ ഒരു റെപ്ലിക്കേഷൻ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ആന്റിബോഡി ഉണ്ടാകുകയും ഈ വന്ന വൈറസിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ വൈറസും അതുപോലെ നമ്മുടെ ആന്റിബോഡിയും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവുമ്പോൾ കുറെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടാവും. അത് പല സൈറ്റോകൈൻസും പലതരത്തിലുള്ള മാർക്കേഴ്സ്. അപ്പൊ അത് കാരണം 5 ദിവസത്തിന് ശേഷവും ചില രോഗികളിൽ പനി നിൽക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. 10ാമത്തെ ദിവസത്തിൽ മുതൽ 10-12 ദിവസം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി പ്രതീക്ഷിച്ചതിനെക്കാട്ടും വളരെ വേഗത്തിൽ ആന്റിബോഡി ഉണ്ടാക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് സൈറ്റോകൈൻ സ്റ്റോം എന്നുള്ള കണ്ടീഷൻ. ഈ കണ്ടീഷനിലാണ് നമ്മുടെ പ്രതിരോധ ശക്തിയെ വളരെയധികം താറുമാറാക്കുകയും കിഡ്നി പോലെ പല ഓർഗൻസിനെ അഫക്ട് ചെയ്യും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം. അപ്പം ഒരു 11 ദിവസമായിട്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിലാണ് സാധാരണഗതിയിൽ ഈ രീതിയിലോട്ടൊക്കെ പോകുന്നത്, ഈ ദിശയിലോട്ട്. ഇതെന്തുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബ്ലാക്ക് ഫംഗസ് ഉണ്ടാവണമെങ്കിൽ ഈ പ്രതിരോധ ശക്തി വളരെ താഴോട്ട് പോകും. പ്രതിരോധ ശക്തി താഴെ പോകുന്ന വ്യക്തികളിലാണ് ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ കൂടുതലും വരുന്നത്. അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ ന്യൂമോണിയ ഉണ്ടായി നമുക്ക് ചുമയോ ശ്വാസം മുട്ടലോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഓക്സിജൻ കൂടുതൽ കോശത്തിലോട്ട് എത്തിക്കാനും ഈ ന്യൂമോണിയ കുറയ്ക്കുകയും ചെയ്യണം. അതിന് ഫലപ്രദമായി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മരുന്ന് എന്ന് പറയും, ഒറ്റ മരുന്നേ ഉള്ളൂ പ്രൂവ് ചെയ്ത് 100% എഫിക്കസി എന്ന് പറയുന്ന ഒരു മരുന്നേ ഉള്ളൂ, അത് സ്റ്റീറോയിഡ്. അത് കൊടുത്താലേ ചില രോഗികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ഓക്സിജൻ ലെവൽ 90 ആ വ്യക്തിയുടെ ശ്വാസകോശത്തിൽ പ്രോബ്ലം ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റീറോയിഡ് കൊടുത്ത് ആ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയോടുകൂടി സ്റ്റീറോയിഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ റെസ്പോൺസ് കണ്ടു തുടങ്ങും. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന രോഗികളിൽ വീണ്ടും പ്രതിരോധ ശക്തി കുറയും. കാരണം സ്റ്റീറോയിഡും പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. കാരണം നമുക്ക് അത്രയും പ്രതിരോധ ശക്തി വേണ്ട, കുറച്ച് വെക്കണം. അതുകൂടാതെ നമ്മൾ ചിലപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡി പോലുള്ള മരുന്നുകളും കൊടുക്കും, അതും നമ്മുടെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്നത്. അതും നമ്മുടെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിയുമ്പോൾ നമുക്ക് വേറെ മാർഗമില്ല, അത് കൊടുത്താലേ രോഗിയെ രക്ഷിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊടുക്കുമ്പോൾ ചില സമയത്ത് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വാക്ക് ആലോചിക്കുക, എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ? നമുക്ക് ചാൻസ് കിട്ടിയാൽ
നമ്മുടെ സ്ഥലത്ത് കയറുന്ന സാധനമാണ് ഓപ്പർച്യൂണിറ്റി ഇൻഫെക്ഷൻ. സാധാരണഗതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഫംഗസ് ആണ്, ബ്ലാക്ക് ഫംഗസ് ആണെങ്കിലും വൈറ്റ് ഫംഗസും ആണെങ്കിലും. പക്ഷെ അത് നമ്മുടെ ശ്വസിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം നമ്മുടെ പ്രതിരോധ ശക്തി വളരെ നല്ലതാണ്. നമുക്ക് ഇത് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കുറവും സ്റ്റീറോയിഡ് ഉപയോഗിക്കുകയും അമിതമായ പ്രമേഹം ഉള്ളവരിൽ ഇത് പെട്ടെന്ന് തന്നെ അതൊരു ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലോട്ട് കയറുകയും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ റൈനോസെർബൽ പല ടൈപ്പ് ഉണ്ട്, മ്യൂക്കോർ മൈക്കോസിസ് പല ടൈപ്പ് ഉണ്ട്, 5 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള റൈനോസെർബലിനാണ് ഇപ്പോൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. റൈനോസെർബൽ കൂടുതലും മൂക്കും അതുപോലെ വായും ഈ ഭാഗത്താണ് കൂടുതലും അതിന്റെ സിംറ്റംസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഉണ്ടാകുന്നത് പറയുമ്പോൾ കണ്ണിന്റെ അവിടെ നീര് വരാം, കണ്ണിന്റെ അകത്തല്ല, കണ്ണിന്റെ അകത്ത് ചുവപ്പ് വരുന്നത് കോവിഡിൽ കാണുന്നതാണ്, അത് നോർമലാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ണിന്റെ ചുറ്റും കൺപോളയിലൊക്കെ നീര് വരിക, അതുപോലെ തന്നെ മൂക്കിന്റെ ഭാഗത്ത് നീര് വരിക, മൂക്കടപ്പുണ്ടാവുക, ഈ ഭാഗത്തുള്ള തൊലിയിൽ കളർ വ്യത്യാസം ഉണ്ടാകുക, ചുവപ്പ് കളറിലുള്ള തൊലി വരിക, തൊടുമ്പ വേദന ഉണ്ടാകുക, വായിലും മൂക്കിലും നോക്കുന്ന സമയത്ത് കറുപ്പ കളറിലെ സ്പോട്ടുകൾ വരിക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ വൈകിക്കരുത്, ഉടനെ ഹോസ്പിറ്റലിൽ പോവുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും. കാരണം പലതരത്തിലുള്ള തെറ്റായ മെസ്സേജുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ തുള്ളിമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഫംഗസിനെ തടയാം. ഞാൻ ഈ ഇടയ്ക്കും കണ്ടതാണ്. അതൊന്നും അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്നുകളല്ല. നമുക്ക് ഫംഗൽ ട്രീറ്റ്മെന്റിന് ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് നമുക്ക് ലൈപ്പോസോമൽ ആംഫോടെറസിൻ ബി അല്ലെങ്കിൽ ന്യൂവർ ആന്റി ഫംഗൽസ് അവൈലബിൾ ആണ്. അത് ഉടനെ തന്നെ രോഗിക്ക് കൊടുക്കുകയും അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് വരും. അപ്പൊ ആദ്യമേ ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് കാര്യം. ഇപ്പൊ എല്ലാവരും ബ്ലാക്ക് ഫംഗസ് എന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് മാറിയവരിലും കോവിഡ് കഴിഞ്ഞ ഒരു 6 മുതൽ 8 ആഴ്ച ഉള്ള രോഗികളിലാണ് സാധാരണഗതിയിൽ ഫംഗൽ അണുബാധ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ബ്ലാക്ക് ഫംഗസ്. ഈ ബ്ലാക്ക് ഫംഗസ് ഒരു കണ്ടേജിയസ് ഡിസീസ് അല്ല. ഇപ്പൊ എനിക്കുണ്ടെന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് പകർന്നു പോകില്ല. പക്ഷെ ആ അറ്റ്മോസ്ഫിയറിലുണ്ട്, ആ ഒരു അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ, നമ്മൾ പ്രതിരോധ ശക്തി കുറവുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നറിഞ്ഞിരിക്കുക. ഇപ്പൊ ബ്ലാക്ക് ഫംഗസ് എന്താ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ആശാനാളം എന്ന് നിങ്ങൾ വെച്ച് ഒരു ക്യാപ്ഷനിൽ തന്നെ പലരുടെയും ട്രീറ്റ്മെന്റിൽ കണ്ണ് ചിലപ്പോൾ കണ്ണിലാണ് ബാധിക്കുന്നെങ്കിൽ നമ്മൾ കണ്ണ് കുഴിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇനുക്ലേഷൻ എന്ന് പറയും. അതൊരു ഭാഗം, ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് എന്താണോ അഫക്ട് ചെയ്ത് ആ ഭാഗം മൊത്തം എടുത്തു കളയുക എന്നുള്ളത്. ഇപ്പൊ എന്റെ ഗ്രാൻഡ് മദർ ആക്ച്വലി അങ്ങനെ ഒരു കണ്ണെടുത്ത് കളയേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ബ്ലാക്ക് ഫംഗസ് അല്ല, ഇതുപോലെ വേറൊരു വളരെ സിവിയർ ഇൻഫെക്ഷൻ കണ്ണിൽ വന്നപ്പോൾ ജീവൻ രക്ഷിക്കാനായിട്ട് വേറെ മാർഗമില്ലാത്തപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം വീട്ടിൽ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അങ്ങനെ അഫക്റ്റ് ആകും. അവരുടെ ജീവിതകാലം മൊത്തം അവർക്ക് കണ്ണില്ലാതായി കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ഒരു ലോങ് പ്രോസസ് ആണ്. നമുക്ക് ഇനി കുറച്ചുനാൾ അവരുടെ ജീവിതത്തിൽ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെ ഈ വാർത്തകൾ, പ്രത്യേകിച്ചും ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോർമലായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. നമുക്ക് പ്രതിരോധ ശക്തി കുറയുമ്പോൾ മാത്രമേ അത് കയറാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെങ്ങനെ പ്രതിരോധിക്കാം? കോവിഡ് മാറിയവരും അല്ലെങ്കിൽ കോവിഡ് ബാധയുള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല വൃത്തിയുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അതായത് കൈയും കാലും, പ്രത്യേകിച്ചും ഇവർ കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകാറില്ല. അത് സ്ഥിരമായിട്ടുള്ള പ്രശ്നമാണ്. ഇന്നലെ ഞാനൊരു സംസാരിച്ച ഒരു രോഗിക്ക് കഴിഞ്ഞ 21 ദിവസമായിട്ട് വയറിളക്കമാണ്. ഇതിന്റെ മെയിൻ പ്രധാന കാരണം കോവിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മൾ ചുമക്കുന്നതും തുമ്മുന്നതും എല്ലാം നമ്മുടെ കയ്യിലാവും. അത് വീണ്ടും നമ്മൾ കഴിക്കും, അത് വൈറസ് നേരെ നമ്മുടെ വയറിലോട്ട് വരും. അത് കാരണം കുറെ ആളുകൾക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിംറ്റംസ് പ്രൊലോങ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ പിന്നെയും ശ്രദ്ധിക്കണം. കൈ നല്ലോണം വൃത്തിയാക്കുക മുഖത്ത് തൊടുന്നതിന് മുമ്പായിട്ട്. പിന്നെ അതുപോലെ ഈ അടുത്ത 6 മുതൽ 8 ആഴ്ച നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ മാസ്ക് ചെയ്ത് പോവുക. ഡബിൾ മാസ്ക് എന്ന് പറയുമ്പോൾ സർജിക്കൽ മാസ്കിനോടൊപ്പം ഒരു ക്ലോത്ത് മാസ്ക് കൂടെ ധരിക്കുക. അപ്പൊ പൂർണ്ണമായ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. നല്ലവണ്ണം നമുക്ക് ഒരു വൈറസ് ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും ശരീരത്തിലോട്ട് കയറാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പല ആളുകളും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശ്വസിക്കും? അത് കാർബൺ ഡയോക്സൈഡ് അല്ലേ ശ്വസിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ കാർബൺ ഡയോക്സൈഡ് അല്ല. നമ്മൾ അങ്ങനെ പറയുവാണെങ്കിൽ N95 മാസ്ക് വളരെ കട്ടിയുള്ള മാസ്ക് ആണ്. അത് ഞങ്ങളിപ്പം 8 മണിക്കൂറും 10 മണിക്കൂറാണ് ഡോക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 1 മിനിറ്റ് പോലും ചിലപ്പോൾ ഊരാറില്ല. കാരണം ഊരി കഴിഞ്ഞാൽ കോവിഡ് വരും. കാരണം കോവിഡ് രോഗികളുടെ ഇടയ്ക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്രയും കട്ടിയുള്ള മാസ്ക് ധരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നില്ല, ഞങ്ങളുടെ ഓക്സിജൻ കുറയുന്നില്ലെങ്കിൽ ഈ ഡബിൾ മാസ്ക് ചെയ്താൽ ഒരിക്കലും ആരുടെയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വെക്കുന്ന സമയത്തോ തുടക്കത്തിലോ ബുദ്ധിമുട്ട് കാണും. ഇന്നലെയും നമ്മൾ നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാസ്ക് വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാണ്. മാസ്ക് വെച്ച് സംസാരിക്കാനോ ശബ്ദമായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വിത്ത് പ്രാക്ടീസ് നമുക്കത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും. ഡോക്ടേഴ്സും ആദ്യം ഞങ്ങളുടെ കൂടെ ഉള്ള പല ഡോക്ടേഴ്സിനും ആദ്യം N95 വെച്ചപ്പോൾ തലയിറങ്ങി വീണ ഡോക്ടർമാർ വരെ ഉണ്ട്.
പക്ഷെ കുറച്ച് ദിവസം എടുത്ത് അവർ ശീലം അതിലൂടെ ശ്വസിക്കാൻ പഠിച്ചപ്പോൾ അവർക്ക് പിന്നെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ രോഗികളെ നോക്കാം. ഇപ്പം കഴിഞ്ഞ 1 വർഷമായിട്ട് അതേ ഡോക്ടർ കോവിഡ് രോഗികളെ നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിച്ച് തന്നെ, നമ്മൾ പല ആളുകളും തെറ്റായ മാസ്ക് ധരിക്കരുത്, അത് കാർബൺ ഡയോക്സൈഡ് ആണ് ശ്വസിക്കുന്നത് എന്നുള്ള രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലാക്ക് ഫംഗസ് മാസ്ക് ധരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് ഫംഗസ് തടയാൻ ഏറ്റവും നല്ല മാർഗമാണ് മാസ്ക്. അപ്പൊ അതുപോലുള്ള പല തെറ്റിദ്ധാരണ. പിന്നെ ആവശ്യമില്ലാതെ ആവി പിടിക്കുന്നതൊക്കെ തെറ്റാണ്. ആവശ്യമില്ലാതെ ആവി പിടിച്ചാൽ എന്ത് പറ്റും? നമ്മൾ ഒത്തിരി ആവി പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ചൂട് നമ്മുടെ ശ്വാസകോശത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ മൂക്കിലെ മ്യൂക്കോസ കരിഞ്ഞു പോകാനും ബേൺസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, വളരെ ചൂടുള്ള ആവി നമ്മൾ സ്ഥിരമായി നമ്മുടെ കൈ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. പൊള്ളിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? കൈക്കകത്ത് ഏതെങ്കിലും ഒരു അഴുക്ക് പൊരുളുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണ് പൊരുളുകയോ ചെയ്താൽ അവിടെ ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെയാണ് നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് മൂക്കിലെ മ്യൂക്കോസ കീറിപ്പോയാൽ എന്ത് സംഭവിക്കും? ഇതുപോലുള്ള ബ്ലാക്ക് ഫംഗസോ വൈറ്റ് ഫംഗസോ എല്ലാം പെട്ടെന്ന് മൂക്കിൽ കയറാനും അതുവഴി നമ്മുടെ പ്രതിരോധശക്തി ഇപ്പൊ കുറവാണ്, ഇപ്പൊ പെട്ടെന്ന് അസുഖം വരും. ഇപ്പൊ ഇതുപോലുള്ള തെറ്റായ മെസ്സേജുകളാണ് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തമായ ആളുകളുടെ, നിങ്ങളുടെ കൂട്ടുകാർ കാണും, നിങ്ങളുടെ റിലേറ്റീവ്സ് കാണും, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ അസുഖം വന്നാൽ ഉടനെ തന്നെ വേറെ ട്രീറ്റ്മെന്റ് എടുക്കരുത്, ഉടനെ പോവുക എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഫംഗസ് ആണെങ്കിലും വൈറ്റ് ഫംഗസ് ആണെങ്കിലും എല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള ഫംഗസ് ആണ്. ഇത് പ്രതിരോധിക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലവണ്ണം വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പൊ നമുക്ക് വയറിലോട്ട് വരുന്ന സാധനങ്ങളെല്ലാം സേഫ് ആണെന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. മാസ്ക് ധരിക്കുന്ന സമയത്ത് സർജിക്കൽ മാസ്കിനോടൊപ്പം തന്നെ ഒരു ക്ലോത്ത് മാസ്ക് ധരിക്കുക. ആ മാസ്കിൽ ഫംഗസ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമുക്ക് ബ്ലാക്ക് ഫംഗസ് ആയിരിക്കില്ല കിട്ടുന്നത്, പക്ഷെ വേറെ ഫംഗസുകൾ ഈ മാസ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആസ്പെർഗില്ലസ് പോലുള്ള ഫംഗസ് ഇൻഫെക്ഷനും ഇപ്പോൾ കോവിഡ് രോഗികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം പ്രതിരോധ ശക്തി കുറയുന്ന സമയത്ത് ഇത്തരത്തിൽ നനഞ്ഞ മാസ്കുകളോ വൃത്തിഹീനമായ മാസ്കുകളൊക്കെ ധരിക്കുമ്പോൾ നമുക്ക് അസുഖം ശ്രദ്ധിക്കും. പക്ഷെ കോവിഡ് ബ്ലാക്ക് ഫംഗസോ വൈറ്റ് ഫംഗസോ തടയാനായിട്ട് ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം മാസ്ക് തന്നെയാണ്. അപ്പൊ തെറ്റായിട്ട് എടുക്കരുത്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം ചെറുപ്പക്കാർ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് കൂടുതൽ അറിവ് നേടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നേരെ ഒരു സ്ട്രെയിറ്റ് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി കുറെ ആൾക്കാർ, ഇപ്പൊ ഒരാളെ കൊണ്ട് തന്നെ ഒരു 1000 പേരെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു 10 പേര് കൂടുമ്പോൾ അതിൽ 10,000-ഓ ലക്ഷമോ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ അണ്ണാന്റെ കഥ പറഞ്ഞപ്പോ തന്നെ അണ്ണാൻ അറിയാം അണ്ണാന്റെ ലിമിറ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റേഷൻ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കറക്റ്റ് ആയിട്ട് എവിടെയാണോ അറിവില്ലായ്മ വരുന്നത് അവിടെ ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ചോദിച്ച് മനസ്സിലാക്കി 100% ഉറപ്പാണെങ്കിൽ അത് ഷെയർ ചെയ്യുക. അപ്പൊ ആ ലിമിറ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും ഞാൻ ഉൾപ്പെടെ എന്റെ ഫ്രണ്ട്സ്, എന്റെ ഡോക്ടേഴ്സിന്റെ അടുത്തും പറയുന്ന കാര്യമാണ്, നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ അവിടെ നിർത്തുക, ബാക്കി ചോദിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യൂ. അപ്പൊ അറിയുന്ന കാര്യങ്ങളും ഉറപ്പാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക. കാരണം ഇത് ഉടനെ തീരില്ല, കുറച്ച് നാളോട് എടുക്കും ഇത് മാറാൻ. വാക്സിൻ കൊടുക്കുക, അതുപോലെ പ്രതിരോധ ശക്തി 70% പോപ്പുലേഷൻ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഇതിന് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇനിയും പോരാടേണ്ടതുണ്ട്. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ സംശയം ഡോക്ടർ ബിന്ദു ആണ്. നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള മഞ്ഞൾ വെള്ളം കുടിക്കുക, ജീരകം, അങ്ങനെ ഒരുപാട് നാട്ടുവൈദ്യം. ഡോക്ടർ ഈ സമയത്ത് ആസ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്തൊക്കെയാണ് ഒരു പ്രതിരോധം കൂട്ടാനുള്ള കറക്റ്റായ മെത്തഡോളജീസ്? അതായത് പ്രതിരോധം നമുക്ക് കൂട്ടാനായിട്ട് കഴിയില്ല. കാരണം നമുക്ക് ജന്മനാ കിട്ടുന്നതിന് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതിനുശേഷം കിട്ടുന്ന ഇമ്മ്യൂണിറ്റി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ആദ്യം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് ജന്മനാ നമ്മളെ ജനിക്കുമ്പോൾ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അത് കുറയാതെ നോക്കാൻ പറ്റും. ആ കുറയാതെ നോക്കാൻ വേണ്ടിയുള്ള 10 നിർദ്ദേശങ്ങൾ ഞാൻ അവസാനം പറയും. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗം വന്നതിന് ശേഷം നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കയറുമ്പോൾ നമ്മുടെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാം. അതിനാണ് വാക്സിൻ. വാക്സിൻ കൊടുക്കുമ്പോൾ ഈ വൈറസ് ആണെന്ന് കരുതി ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ശരീരം ഉണ്ടാക്കി വെക്കും. നമ്മൾ കൊടുക്കുന്ന ചിലപ്പോൾ സ്പൈക്ക് പ്രോട്ടീൻ നിർവീര്യമാക്കിയതോ അല്ലെങ്കിൽ വൈറസിനെ നിർവീര്യമാക്കിയായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ശരീരം വിചാരിക്കും ഇതിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കി വെക്കണമെന്ന് കരുതി ശരീരം ആന്റിബോഡി ഉണ്ടാക്കി വെക്കും. ഭാവിയിൽ കോവിഡ് കയറിയാലും ഇതിനെതിരെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി വിൽ ഓൺലി വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നാച്ചുറൽ ഇൻഫെക്ഷൻ ഓർ എ വാക്സിൻ എന്നുള്ള മനസ്സിലാക്കി. ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി WHO പറയുന്നത് നമുക്ക് നല്ല ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും
ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നിർത്താനായിട്ട് കഴിയും. ഇപ്പം ഞാനിപ്പോ ഒരു 70% ഇമ്മ്യൂണിറ്റി ആയിട്ട് ജനിക്കുന്നു കരുതുക. അപ്പൊ ഞാൻ സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്നു, സ്ഥിരമായി സ്മോക്ക് ചെയ്യുന്നു, എന്റെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു 35ന്റെ മുകളിലാണ്. ഇതെല്ലാം എന്റെ പ്രതിരോധശക്തിയെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഒന്നുകൂടെ പറയാം, അപ്പം മദ്യപാനം ആവശ്യമില്ലാതെ അമിതമാകാതിരിക്കാൻ നോക്കുക, എപ്പോഴും അതാണ് പ്രശ്നം. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറഞ്ഞ സ്മോക്കിങ്ങും അതുപോലെ തന്നെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണം. കാരണം ശ്വാസകോശം നമുക്ക് 100% വേണമെന്നില്ല നമുക്ക് ജീവിക്കാൻ. 70% ഉള്ള ശ്വാസകോശം കൊണ്ടും നമുക്ക് നോർമലായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സ്മോക്ക് ചെയ്യുന്ന എല്ലാവർക്കും സിംറ്റംസ് ഇല്ലാത്തത്. അവരുടെ ശ്വാസകോശത്തിൽ പ്രോബ്ലം ഉണ്ടായാലും പക്ഷെ കോവിഡ് വരുമ്പോൾ ഈ 70 അല്ല, അത് 50 മാറും. അപ്പം സ്മോക്ക് ചെയ്തൊരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മോക്കി ആവശ്യമില്ലാതെ നമ്മൾ ബോഡിയെ കേടാക്കാതിരിക്കാൻ നോക്കുക. പിന്നുള്ള അമിതമായ മധുരപാനീയങ്ങളും അമിതമായ മധുര ഉപയോഗങ്ങളും നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു കുഴലിലൂടെ രക്തം ഓടുന്നുണ്ട്, ഒരു കുഴലിലൂടെ പായസമോ അല്ലെങ്കിൽ ഒരു പഞ്ചസാര പാനീയമോ ഒഴുകുന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര പാനീയം വളരെ സ്ലോ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എല്ലാ കോശത്തിലോട്ടും എല്ലാ മിനിറ്റും എല്ലാ സെക്കൻഡിലും ഓക്സിജൻ എത്തുകയും ന്യൂട്രിയൻസ് എത്തുകയും ചെയ്യണം, എല്ലാം ഉണർന്നിരിക്കണം. പക്ഷെ ഈ ഒരു മധുരപാനീയങ്ങൾ സ്ഥിരമായി കഴിക്കുന്നതിൽ ഷുഗർ 200 മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തികളിൽ അതും ഒട്ടും പ്രതിരോധശക്തി നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും 200 താഴെ നിർത്താനായിട്ട് നോക്കുക. അമിതമായ മധുരപാനീയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇനി നാലാമത് നമ്മൾ സ്ഥിരമായി ഒഴിവാക്കണമെന്ന് പറഞ്ഞ സാധനമാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ അത് ഈ അരിയെ പ്രോസസ്സ് ചെയ്താലും മതി. ഇപ്പം മെയിൻ ആയിട്ട് മൈദ അടങ്ങിയ ആഹാരങ്ങൾ, ഇപ്പം കുട്ടികൾ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവരുടെ ഇറ്റലിയിലൊക്കെ കൂടുതൽ ആൾക്കാർക്കും പെട്ടെന്ന് ഒരു മരണം ഉണ്ടാകുന്നതിന് ചെറുപ്പക്കാരനുണ്ടാകുന്ന പഠനം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇവർ കഴിക്കുന്ന ആഹാരം ജങ്ക് ഫുഡ്സ് ആണ്, കംപ്ലീറ്റ്ലി ജങ്ക് ഫുഡ്സ് ആണ്. അപ്പം ഇവരുടെ ഒരു പൊള്ളയായിട്ടുള്ള ഒരു ശരീരമാണ്. അപ്പൊ ആ ശരീരത്തിൽ ഓൾറെഡി ഇൻഫ്ലമേറ്ററി സ്റ്റേജിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഈ കോവിഡും കൂടെ വന്നപ്പോൾ ഒരു മൾട്ടി സിസ്റ്റമിക് ഇൽനെസ് ആണ്. രണ്ടും കൂടെ ആകുമ്പോൾ താങ്ങാൻ പറ്റാത്തപ്പോൾ പല ആളുകൾക്കും മരണം ഉണ്ടാകുന്നു. അപ്പൊ ഇതും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒഴിവാക്കേണ്ടത് മാനസിക സമ്മർദ്ദമാണ്. ആക്ച്വലി മനസ്സിന് സമ്മർദ്ദം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുകയും നമുക്ക് എന്താണോ സന്തോഷം എന്നുള്ള കാര്യം ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെച്ച് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അമിതമായ മാനസിക സമ്മർദ്ദം ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളുടെ ദിവസം ഷെഡ്യൂൾ ചെയ്യുക. രാവിലെ 6 മണി തൊട്ട് രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് വരെയുള്ള ദിവസം ഷെഡ്യൂൾ ചെയ്താൽ നമ്മുടെ മാനസിക സമ്മർദ്ദം തന്നെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ മനസ്സിന് സന്തോഷമുള്ള കാര്യം അതും വളരെ ഇമ്പോർട്ടന്റ്. കാരണം അതിന് പറയാനുള്ള കാരണം കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ ഉണ്ടാവും നമ്മൾ അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ. കോർട്ടിസോൾ ഒരു സ്റ്റീറോയിഡാണ്. സ്റ്റീറോയിഡ് കഴിച്ചാൽ പ്രതിരോധശക്തി കുറയുമെന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പൊ അതുപോലെ തന്നെ കോർട്ടിസോൾ അധികം നേരം നിൽക്കുന്നത് നല്ലതല്ല. ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ ഓടി വരുമ്പോൾ നമുക്ക് ഓടണം എന്നുള്ള തീരുമാനിക്കുന്നത് സ്ട്രെസ്സാണ്, അത് നല്ലതാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെസ് നിൽക്കുന്നത് ഒട്ടും ശരീരത്തിന് നല്ലതല്ല. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ അകത്താണ് ഈ മഞ്ഞളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നത്. മഞ്ഞളുടെ നല്ല സാധനമാണ്, നമുക്ക് നല്ല പ്രതിരോധശക്തിക്കും അല്ലെങ്കിൽ നല്ല ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ട് മഞ്ഞൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വെച്ച് കോവിഡ് പ്രിവെന്റ് ചെയ്യുമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതിരോധ ശക്തിയെ നിർത്താൻ മാത്രമായി ഈ മഞ്ഞളായാലും ഇപ്പം പച്ചക്കറി ആയാലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ല എല്ലാം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പ്രതിരോധ ശക്തിയെ നിർത്താനായിട്ട് കഴിയും. വൈറ്റമിൻ സി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മുടെ ഇതുപോലുള്ള പ്രത്യേകിച്ചും എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അസുഖത്തിനെ നമുക്ക് പൂർണ്ണമായി അതുകൊണ്ട് മാറ്റാനായിട്ട് കഴിയില്ല. അത് കാരണം വൈറസ് അറ്റാക്കാണ്. വൈറസ് അറ്റാക്കിൽ ഇതൊന്നും നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തിയെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് കഴിയാൻ പറ്റൂ. രണ്ടാമത്തത് ഉറക്കമാണ്. 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് പ്രൊഡക്ട്സ് നമ്മുടെ ശരീരം ഡീഗ്രേഡ് ചെയ്യുന്ന ഈ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം നിർബന്ധമാണ്. കോവിഡ് രോഗികൾക്ക് ഉറങ്ങാതെ കിടക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോവിഡ് രോഗികൾ മിക്കവാറും ചെയ്യാത്തൊരു കാര്യമാണ് എക്സസൈസ്. നമ്മളൊരു 10 മിനിറ്റ് ഒരു ദിവസം എക്സസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള രക്തഓട്ടം വളരെ കൂടുകയും അതുപോലെ നമ്മുടെ എല്ലാ കോശത്തിലോട്ടും ഓക്സിജൻ എത്തുകയും പിന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് സെറട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള ഹോർമോൺസ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഇപ്പൊ പല ഗുണങ്ങളും എക്സസൈസിനുണ്ട്. ഇപ്പൊ പുതിയൊരു പഠനം വന്നിട്ടുണ്ട്. ആക്ച്വലി കോവിഡ് രോഗികൾ ചെറിയ വ്യായാമം ചെയ്യുന്നവരിൽ മരണം കുറവാണ്. അത് ഞാൻ ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞത്, ഒരു 1 ഇയർ ബിഫോർ പറഞ്ഞതാണ്. കാരണം എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോട്ട് ഉണ്ടാവുന്നുണ്ട്, പല കോവിഡ് രോഗികളിലും ക്ലോട്ട് ഉണ്ടാവുന്നുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ബോഡി മൂവ് ചെയ്യണം, ചുമ്മാ കിടക്കരുത്. അതുപോലെ തന്നെ വെള്ളം വളരെ പ്രധാനപ്പെട്ട. കാരണം പല ശരീരത്തിലെ എല്ലാ സാധനവും ടോക്സിക് പ്രൊഡക്ട്സും ശരീരത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എല്ലാ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് കാലിക്കുക. അപ്പം 75 കിലോ ഉള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം തന്നെ കുടിച്ചിരിക്കുക. പിന്നെ സമീകൃതമായ ആഹാരം കഴിക്കുക. അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോട്ടീൻ വേണം, നമുക്ക് ഫാറ്റ് വേണം,
ഒരു 15% പ്രോട്ടീനും ഫാറ്റും വേണം, ഒരു 65% കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. അപ്പൊ ഇതാണ് WHO റെക്കമെൻഡ് ചെയ്യുന്ന ഏകദേശം ഒരു കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും WHO പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രതിരോധ ശക്തി നിലനിർത്താനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സർ, നമുക്ക് 2 ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കാരണം. സാറിന്റെ ചാറ്റ് സാർ തന്ന കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം ഇവിടെ അവരുടെ സംശയങ്ങൾ. കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ബ്ലാക്ക് ഫംഗസ് വരാൻ സാധ്യതയുണ്ടോ? അടുത്ത ചോദ്യം, ഒരു 95 വയസ്സ് ഉള്ള ഒരാൾക്ക് വാക്സിനേഷൻ എങ്ങനെ എടുക്കാം വിത്തൗട്ട് ഗോയിങ് ടു ദ സെന്റർ? ഓക്കെ, ആദ്യത്തെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയണം. അങ്ങനെ ഉണ്ടെങ്കിലേ ബ്ലാക്ക് ഫംഗസ് വരുള്ളൂ. ഈ ഒരു കോവിഡിന്റെ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിർവീര്യമാക്കിയിട്ടുള്ള വൈറസിനെയാണ് കുത്തിവെപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ ശരീരത്തിന് കോവിഡിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാക്കുക മാത്രമാണ് ആ വാക്സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പ്രതിരോധ ശക്തിയെ ഒരു രീതിയിലും കൂട്ടുക അല്ലാതെ, ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതല്ലാതെ ഒരിക്കലും കുറയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫംഗസ് അവർക്ക് വരില്ല. അപ്പൊ കോവിഡ് വരാതിരുന്നാൽ തന്നെ ഈ പ്രതിരോധ ശക്തി നോർമലാണ്. കാരണം ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഈ ഫംഗസ് അണുബാധ ഞാൻ ആക്ച്വലി MD ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണ്. വൈറ്റ് ഫംഗസും ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഫംഗസ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. വൈറ്റ് ഫംഗസ് കുറെ പേഷ്യൻസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് പ്രതിരോധ ശക്തി കുറെ നാളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തികൾ, ഒരു 10-20 ദിവസം വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്നവരിൽ ഇത്തരത്തിൽ ഫംഗൽ അണുബാധ വരാറുള്ളതാണ്. പക്ഷെ ഇപ്പൊ കോവിഡ് രോഗികൾ കൂടിയപ്പോഴാണ് 10,000-കണക്കിന് കേസുകൾ വരികയും വാർത്താ മാധ്യമങ്ങളിൽ ചർച്ച വന്നു. നമ്മൾ അമിതമായി പേടിക്കേണ്ട ഒരു അസുഖമല്ല ബ്ലാക്ക് ഫംഗസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് ഉള്ള രോഗികളും കോവിഡ് മാറിയവരുമാണ് അടുത്ത 8 ആഴ്ച ഈ അസുഖത്തിനെ ശ്രദ്ധിക്കുക. ഇതാണ് ടേക്ക് ഹോം മെസ്സേജ്. രണ്ടാമത്തത്, 95 വയസ്സ് ഉള്ള ആളുകൾ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ സിസ്റ്റം വഴി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതെ വാക്സിൻ എടുക്കാനായിട്ട് കഴിയില്ല. പക്ഷെ 95 വയസ്സിലുള്ളവർ ഉറപ്പായിട്ടും വാക്സിൻ എടുക്കണം. കാരണം അവർക്ക് അസുഖം വന്നാൽ ഇച്ചിരി കാഠിന്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും വാക്സിൻ എടുക്കേണ്ടതാണ്. ഡോക്ടർ, അവസാനത്തെ ചോദ്യം, നമ്മുടെ സമയത്തിന്റെ പരിമിതി കാരണം, പ്ലാസ്മ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആണോ? അപ്പോൾ ഡോക്ടർ ബിന്ദു ആദ്യം ഇനോഗ്രൽ വെൽക്കം സ്പീച്ചിൽ ഒരു ഫാക്കൽറ്റിയുടെ കാര്യം പറഞ്ഞു. ആ ഹതഭാഗ്യം ഞാനായിരുന്നു. അപ്പോ എന്റെ അടുത്തും കുറച്ച് പേര് ചോദിക്കുന്നു പ്ലാസ്മയുടെ കാര്യം. അപ്പൊ ഈ പ്ലാസ്മ നമ്മൾ ഡൊണേറ്റ് ചെയ്യണം, അതിന്റെ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഡോക്ടറിന്റെ ഉത്തരം. ഓക്കെ, 2020 അവസാനമായപ്പോഴത്തേക്ക് പ്ലാസ്മ തെറാപ്പിയുടെ സ്റ്റഡീസ് ഏകദേശം വന്നു. ഒരു 120 ആൾക്കാരിൽ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് പ്ലാസ്മ കൊടുത്തവർ, സാധാരണ പ്ലാസ്മ തെറാപ്പി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പല ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് ഇല്ലാത്ത അസുഖങ്ങൾക്കൊക്കെ പ്ലാസ്മ തെറാപ്പി കൊടുക്കും. നമ്മുടെ ശരീരം, കാരണം അസുഖം മാറിയ ഒരാളുടെ ആന്റിബോഡി ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ആ ആന്റിബോഡി നമ്മൾ രോഗം ഉള്ള വ്യക്തികളിൽ കൊടുക്കുമ്പോൾ അത് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2021 വന്ന എല്ലാ ട്രയലുകളും ഫെയിലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാസ്മ തെറാപ്പി WHO റിമൂവ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്ലാസ്മ തെറാപ്പി കൊടുക്കുന്നില്ല. ഡോക്ടർ, ഒരു ചോദ്യമുണ്ട്, പാനലിസ്റ്റ് ചോദിച്ചേക്കുന്നതാണ്. അതായത് 3rd വേവില് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ ആസ്മ ഉള്ള കുഞ്ഞുങ്ങൾ, ജന്മനാ ഉള്ള അല്ലെങ്കിൽ ഇടയ്ക്ക് വരും, അല്ലെങ്കിൽ ന്യൂമോണിയ ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ വളരെയേറെ സൂക്ഷിക്കണമെന്ന് പലരും അതിനെപ്പറ്റി ഒന്ന് പറയാം. അതായത് കുട്ടികളിൽ AC2 റിസപ്റ്റർ ശ്വാസകോശത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് വന്നാലും കോവിഡ് ന്യൂമോണിയ കുട്ടികളിൽ വരാത്തത്. കൂടുതൽ നമ്മളിപ്പം ഞാനൊരു ദിവസം ഒരു 30 പേഷ്യന്റിനെ, ഇന്നിപ്പോ ഞാൻ 30 കോവിഡ് പീഡിയാട്രിക് പേഷ്യന്റിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും വലിയ സിംറ്റംസ് ഇല്ല. ഇവർക്ക് സിംറ്റംസ് ഇല്ലാതെ എല്ലാവർക്കും പനി, ചെറിയ ചുമ ഒക്കെ ആയിട്ട് വരികയാണ്. കാരണം കഠിന ന്യൂമോണിയ വരാത്തതിന്റെ കാരണം ഇവരുടെ AC2 റിസപ്റ്ററിൽ ശ്വാസകോശത്തിൽ കുറവാണ്. പിന്നെ അതുപോലെ അത്യാവശ്യം കോവിഡിനെതിരെ ഒരു T-സെൽ ആന്റിബോഡി പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കുട്ടികളിൽ 3rd വേവ് എന്തുകൊണ്ട് വരുമെന്ന് പറയാൻ ചില വിദഗ്ധർ പറയാനുള്ള കാരണം, വാക്സിൻ എടുക്കുന്നത് മൊത്തം പ്രായമുള്ള 45 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് എടുക്കുന്നു. കൂടുതലും താഴോട്ടുള്ളവർക്ക് എടുത്തെടുത്ത് വരുന്നുണ്ട്. ഏറ്റവും താഴെയുള്ളവർക്ക് വാക്സിനേ ഇല്ല. അതുകൊണ്ട് വരാം. പിന്നെ അതുപോലെ തന്നെ പല ഈ വേവുകളിലും സംഭവിക്കുന്നത്, ആദ്യം ലോക്ക്ഡൌൺ കഴിഞ്ഞ് മാറുമ്പോൾ ചെറുപ്പക്കാർ ഇറങ്ങി തുടങ്ങും. അപ്പൊ ചെറുപ്പക്കാർ കൂടുതൽ മരിക്കാൻ തുടങ്ങും, അവർക്ക് വാക്സിൻ കിട്ടില്ല. ഇത് കഴിയുമ്പോൾ 3rd ഉണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്കൂളുകളോട് തുറക്കും. അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് അസുഖം വരും. ഈ കുട്ടികൾ ഒരു 1,00,000 കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് മരണ റിപ്പോർട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും 3rd വേവ്. അല്ലാതെ ഈ 3rd വേവ് കുട്ടികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ രീതിയിൽ
ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ കുട്ടികൾ സേഫ് ആണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ കുട്ടികളിലും വാക്സിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എത്രയും വേഗം നമ്മുടെ ആ ട്രയലുകൾ സക്സസ്ഫുൾ ആയി വന്നാൽ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വാക്സിൻ കൊടുക്കുക. കുട്ടികളായിരിക്കും വാഹകരായിട്ട് മാറാൻ സാധ്യതയുള്ളത്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. നമുക്ക് സമയത്തിന്റെ പരിമിതി കാരണം നമ്മൾ ഇവിടെ ഈ Q&A നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ വി വിൽ ബി ഡെഫിനറ്റ്ലി ഷെയറിംഗ് ദ കോൺടാക്ട് നമ്പർ, സാറിന്റെ കോൺടാക്ട് നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ. ദേ വിൽ ഡെഫിനറ്റ്ലി റെസ്പോണ്ട് ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. വി വിൽ നോട്ട് ഡൗൺ, അവർ ടീം വിൽ നോട്ട് ഡൗൺ ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഇൻ ദ Q&A ആൻഡ് ഇൻ ദി ചാറ്റ് ബോക്സ്. എനിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് താങ്ക്സ് ആണ്. അത് പൊതുവെ നമ്മൾ അവസാനമാണ് തരുന്നത്. പക്ഷെ ഡോക്ടർ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, വളരെ തിരക്കുള്ള ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഞങ്ങൾക്ക് തന്നതിൽ ഓൺ ബിഹാഫ് ഓഫ് കൊച്ചി ബിസിനസ് സ്കൂൾ വി വുഡ് ലൈക്ക് ടു താങ്ക് യു ഹോൾ ഹാർട്ടഡ്ലി. ഡോക്ടറിനെ നേരിട്ട് കാണാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പറയാണ്. ആൻഡ് ബിക്കോസ് യു ആർ ഔട്ട് ഓഫ് സ്റ്റേഷൻ, വി വുഡ് ലൈക്ക് ടു സെൻഡ് യു എ ഗിഫ്റ്റ് ഓർ മൊമെന്റോ. സാധാരണ നമ്മൾ ചടങ്ങുകളിൽ ഒരു മൊമെന്റോ പാസ് ചെയ്യുന്നത് ഫിസിക്കലി ആണ്. നമുക്ക് വെർച്വലി ഡോക്ടറിലേക്ക് ആ മൊമെന്റോ, ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം ഡോക്ടറിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട്. ഇനി ഭാവിയിലാണെങ്കിലും ഞങ്ങളുടെ എല്ലാവിധ ഞങ്ങളുടെ ചെറിയ ചെറിയ ഈ ഇങ്ങനത്തെ ഉദ്യമങ്ങളിൽ ഡോക്ടറിന്റെ സപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. ഉറപ്പായിട്ടും. കാരണം ഇതുപോലുള്ള ചെറുതല്ല, ആക്ച്വലി ഇത് വലിയൊരു കാര്യമാണ്. കാരണം വലുതായിട്ട് തന്നെ കണക്കാക്കുക. ചെറിയ ഒരു പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കറക്റ്റ് ആപ്റ്റാണ്. കുറച്ച് ആൾക്കാർ ചെയ്താലും അതൊരു വലിയ കാര്യമായിട്ട് മാറും. ഓക്കെ, ടേക്ക് കെയർ. Thank you, Doctor. Over to you, Hannah. Thank you so much. Thank you so much, Dr. Danish and Rahul sir. As a first initiative of Asha Nalam, we have put together a campaign called Beware and Be Aware to support the cause of black fungus. I invite Feby and Maria to brief us on the same. Good evening, all. I'm Feby. We are now witnessing a lot of happening around us due to the ongoing health issues. The outbreak of the second wave of deadly coronavirus continues in the country. Meanwhile, there is an increase in the case of black fungus, which is being reported these days. Cases are increasing exponentially. Still, we have no idea of the long-term existence of all of this. As said by Ryan Reynolds, any kind of crisis can be good. It wakes you up. Yes, Kochi Business School is all set with its first initiative, Be Aware and Beware series, where we hope to help families affected by black fungus. Over to Dominic. Thank you, Feby. Institutional social responsibility is one of the mainstays of any institution. As students, we believe that our role involves something more than simply gaining knowledge and skills. As an active agent of social change, KBS takes on voluntary actions in the creation of a culture of social responsibility in society through a myriad of activities that address both on competitive interests and the welfare of the society. The first cause, through a series of interventions that we focus, is to help out the needy in Kerala who are affected by the disease black fungus through a fundraiser program. We also plan to release a video series titled Be Aware and Beware that showcases informative snippets from senior doctors across the state to educate people on the disease black fungus. Bayamalla, Karudalanu Vendathu. KBS Oppamundu. Over to Feby. Thank you, Dominic. We need your help and support to make our efforts go even further. Let's join our hands together and promise that we will stand together in all circumstances, helping each other. Thank you. Next, we will watch a video based on this.
Thank you, Febi and Maria, for that presentation. ആശംസ അറിയിക്കാനായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ എടച്ചിറ കൗൺസിലറായ ശ്രീ അബ്ദു പി എമ്മിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ബഹുമാനിയായ സ്വാഗത പ്രാസംഗിക ഡോക്ടർ ബിന്ദു ആൻ തോമസ്, ബഹുമാനായ ഡോക്ടർ ഡാനി സലീം, മിസ്റ്റർ മിഥുൻ രാജ്, മിസ്റ്റർ റിബു സാം സ്റ്റീഫൻ, ഡോക്ടർ തോമസ് ജോർജ്, മിസ്റ്റർ രാഹുൽ ലക്ഷ്മൺ, പ്രിയപ്പെട്ട ബിസിനസ് സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളെ, അധ്യാപകരെ, സംഘാടകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ലോകം ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഈ കോവിഡ് മഹാമാരിയെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങളിൽ വലിയൊരു വിഭാഗം. ധാരാളം സഹായഹസ്തങ്ങൾ അവർക്ക് നേരെ നീളുന്നുണ്ട് എങ്കിലും അതൊന്നും മതിവരാത്ത അവസ്ഥയാണ്. ഇത്തരം ഒരവസരത്തിൽ ആശാനാളം എന്ന ഈ പ്രകാശനാളം സമൂഹത്തിൽ വളരെ വെളിച്ചം വിതറും എന്ന് സംശയമില്ല. നമുക്കൊരുക്കാം കരുതൽ എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ പ്രാർത്ഥനയായി തീരട്ടെ. മനുഷ്യൻ ജാഗ്രതയോടുകൂടി ബോധവാന്മാരായി ഇരിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കാൻ ഈ പ്രവർത്തനത്തിന് സാധിക്കട്ടെ. ഒപ്പം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സഹജീവി സ്നേഹം, പരോപകാരം, അനുകമ്പ തുടങ്ങി ഒട്ടനേകം മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ വളർത്തിയെടുക്കലാണെന്നും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. സാമൂഹ്യ സേവന രംഗത്ത് പുത്തൻ സമീപനവുമായി എത്തിയ കൊച്ചി ബിസിനസ് സ്കൂളിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കാളിയാവാൻ ഒരവസരം എനിക്ക് ലഭിച്ചതിൽ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മനുഷ്യൻ കൈകോർത്താൽ ഏതു പ്രതിസന്ധിയെയും നിഷ്പ്രയാസം മറികടക്കാം. ഈ കൂട്ടായ്മയ്ക്ക് പങ്കെടുത്ത മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ അറിയിക്കാൻ മാർത്തോമ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മാനേജറായ റവറൻ ഫാദർ CA വർഗീസിനെ ക്ഷണിച്ചുകൊള്ളും. ഹലോ, ജിത്തിനെ വിളിക്കാം. എങ്ങനെ അൺമ്യൂട്ട് ആക്കും? സുമേ, ജിത്തിനെ വിളിച്ചത് എങ്ങനെയാണ്? കേൾക്കാം. അച്ഛൻ സംസാരിച്ചോളൂ, ക്ലിയർ ആണ്. Okay. Good evening to all of you. I am really proud for the initiative taken by Cochin School. Marthoma Education Society is a pioneer in doing such activities. The education institution is the first institution in diocese. We have given 50,000 rupees for the supply of food kits to the villages of high range, and from here another 10,000 was given for the medicine. These ways we are just starting, and we are happy that one of our department, that is the Cochin School, also has taken the initiative. So we are proud about the initiative taken. I'm thankful to the director, the principal in charge, and all the faculty members and the students for taking that initiative.
as Bindu said in the beginning, I was also wondering, what do you mean by business? Business is business. How we can change from that platform to this platform, the concern of the society. I'm really proud you are training the children in that way. So, in the വലിയ അഡ്വഞ്ചറസ് പൊസിഷന് വേണ്ടി ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. Especially as a Christian institution, we have to be concerned, we must be concerned about the neighbors. Business ഞാൻ ഓർക്കാണ്. സോ യേശു ക്രിസ്തു ക്രൂശിച്ചു കഴിഞ്ഞ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, what business we will do? They started to went for fishing. So they got a good qualification, a degree, Christian fishermen. Before that, they were fishermen. But once you are with Christ, they have formed an association and started doing the business. So they got a earmark, Christian Business Association. They formed it. That was a new venture. They went back. They said, what we will do? Our business ചെയ്യാനായിട്ട് ആരംഭിച്ചു. വലയൊക്കെ എടുത്തോണ്ട് പോയി. പഴയ വലയൊക്കെ എടുത്ത് to do the business again. They started doing it. What happened? When Jesus came and asked, what happened? We cannot do anything. So Jesus said, cast the net the other side. ഇന്ന് നാം ആയിരിക്കുന്നതാകുന്ന കോവിഡ് സിറ്റുവേഷനിൽ പുതിയ മാനങ്ങളിലേക്ക്, പുതിയ വഴികളിലേക്ക് പോകുമ്പോൾ we were able to find the result. ഒന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് cast the other side. Jesus said that way. A new way. അതെ, ഇന്ന് നമ്മൾ ജീവിതത്തിന്റെ ഒരു പുതിയ നൗകയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പഠിച്ചിരിക്കുകയാണ്. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ബിസിനസ് സ്കൂളിന്റെയും മോട്ടീവ്. Not only to make them corporate, but they must be make people to cooperate and to get good result for our society. അതിന് നമ്മുടെ സ്കൂള് ഒരു മുഖാന്തരമാകട്ടെ. ഇന്ന് നിങ്ങൾ ആരംഭിച്ചതാകുന്ന ഈ ആശാദീപം, അതിനെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. എന്റേതായ കോൺട്രിബ്യൂഷൻ, I will give 5,000 rupees today for that you can come and take as an initiative from my side to start. These are the things which you can do for the society. Then only we are doing something meaningful. My dear children, this is a good institution for you to get such training rather than only to make you as business people. In that way, the business school will shine in the days to come. I have the quote like that: be the change for the change. Take the challenge to make the change. That is that must be the motive. Be the change for a change. Take the challenge to make the change. Then we can change the society. We will pray together. This will help others. May God bless. Thank you. Thank you so much, Father, for your prayers and support. Next, we have among us to represent the corporate world, Mr. Mithun Raj. He is currently working as the Manager Talent Acquisition, Training and Employee Engagement at Simega Food Ingredients Limited and has been working with the company for the past 9 years. He is also a career planner, teacher, and an influencer. I invite Mr. Mithun Raj for the felicitation address. Good evening. I hope I am audible right now. Yes. Thank you. Thank you for the acknowledgement. Good evening to Kochi Business School and all the participants. So I'll start with a famous saying by Marian Wright Ellman, who is a famous American activist for children's rights. He says, education is for improving the lives of others. And there is also another famous quote from Nelson Mandela. Education is the most powerful weapon we use to change the world. So what is education? Our definition is കുറച്ചും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജസിലും എല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട്
ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്തതെന്നല്ല കേട്ടേക്കുന്നത് is all about marks and the bookish knowledge that you earn and you succeed in life. Education doesn't stop in a bookish knowledge. I strongly believe that education means inculcating moral values, positive thinking, attitude of helping, attitude of giving to the society, and the ethical values are the qualities that students need to develop to bring the change in a society. A change could be a small change, or it could be a big one. It depends on each individual how to contribute to the society, but a smaller contribution can make a big change. So on the examples, like you can be generous is only through social conscious and examples are one is the kind of location in travel to our destination on a regular basis. കോളേജിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് പോകുന്നതായിരിക്കാം. ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു സിമിലർ റൂട്ടിൽ പോകുന്ന ആൾക്കാരെല്ലാരും കൂടി ഒരു കാർ പൂളിംഗ് ചെയ്ത് പോവുകയാണെങ്കിൽ it is a kind of social responsibility അല്ലെങ്കിൽ ഒരു concern to the members of the society, and also നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിന്റെ ഒരു ട്രാഫിക് കുറയ്ക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ആൻഡ് രണ്ടാമത്തെ തിങ് ഐ വാസ് തിങ്കിങ് ഇസ് ഞാനിതെല്ലാം ഒരു ലൈഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കുന്നത്, സോ ദാറ്റ് യു ക്യാൻ ഈസിലി റിലേറ്റ്. ഇസ് നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഫുഡ് വേസ്റ്റ്, അത് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒരു നേരത്തെ ഫുഡിന് വേണ്ടി പ്രത്യേകിച്ച് ഈ ഒരു പാൻഡമിക്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എത്രത്തോളം നമുക്ക് വളരെ പ്ലാൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ പിന്നീട് വരുന്ന വേസ്റ്റ് എങ്ങനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം, ആൻഡ് അതുപോലെ നമ്മുടെ വാട്ടർ റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. സോ ദിസ് ആർ ഓൾ എക്സാമ്പിൾ ഓഫ് ഹൗ ജനറസ് വി ആർ ടുവേർഡ്സ് ദ സൊസൈറ്റി. ആൻഡ് ഓൾസോ ഇഫ് യു ലുക്ക് അറൗണ്ട്, നമ്മൾ കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ടോയ്സ് ആൻഡ് ബുക്സ് ആൻഡ് അതർ തിങ്സ്. പക്ഷെ ഇത് ഇറ്റ്സ് നെവർ ബീൻ യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. ചിലപ്പോൾ ഈ ഒരു റിസോഴ്സുകൾ നമ്മൾ ഇതിന്റെ ആവശ്യമുള്ള ഒരു നീഡി ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വാട്ട് യു കോൾ, ഈ നിങ്ങളുടെ ഈ കോളേജിന്റെ തീമിൽ തന്നെ പറയുന്ന ഒരു ജനറോസിറ്റി ഫാക്ടറിൽ ഒരു ഗിവ് ഔട്ട് ഫാക്ടർ കൊടുക്കുകയാണെങ്കിൽ വിൽ ബി കൈൻഡ് എനഫ്. സോ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു പാൻഡമിക് പഠിപ്പിക്കുന്നത് തന്നെ ഈസ് ടു ഹാവ് എ കൈൻഡ് ഓഫ് ടീം വർക്ക്, സോ ദാറ്റ് അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ്ഡ് ഓൺ ദി ഗവൺമെന്റ് പ്രോട്ടോകോൾസ് പ്രതിരോധി കോവിഡ് പടരാതെ നോക്കാനുള്ള ഒരു സെൽഫ് എന്താ പറയുക റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി നീഡ് ടു ആസ് എ ഒരു സൊസൈറ്റി മെമ്പർ എന്നുള്ള രീതിയിൽ വി നീഡ് ടു ടേക്ക് കെയർ. So these are the few examples that I would like to share on the example of how to be generous through the social consciousness and all. So these are small points that I would like to share, and I wish all the students passing out from Kochi Business School are nurtured to be generous and having social conscious and kind to the fellow beings. KBS Kochi Business School ആയിട്ടുള്ള എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഒരു 5 months ആയിട്ടുണ്ടാവും. ആൻഡ് the one good thing is that their consistent energy levels they bring, അത് സ്റ്റാഫ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും. അതെല്ലാം അവരുടെ ഒരു ഡിഫറെന്റ് വേ ഓഫ് അപ്രോച്ച് ടു ഡിഫറെന്റ് തിങ്സ്. അതിലൊരു വൺ ഓഫ് ദി ഡിഫറെന്റ് ഇനീഷ്യേറ്റീവ്സ് അവർ ചെയ്തതിൽ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുത്ത ഒരാളാണ്. സോ ആ ഡിഫറെന്റ് വേ ഓഫ് തിങ്കിങ്ങിലൂടെ കുട്ടികളെ നർച്ചർ ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമൺ സെൻസ് ഉള്ള കുട്ടികളും കൂടെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ബിസിനസ് സ്കൂളിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ യൂണിവേഴ്സിറ്റി റാങ്ക്സ്, ദ മാർക്സ്. ഐ തിങ്ക് മോർ എംപ്ലോയബിൾ സ്റ്റുഡൻസിനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് എൻ HR മാനേജർ നമ്മളൊരു മാർക്സിനൊക്കെ കൂടുതൽ ആ ഒരു പേഴ്സണാലിറ്റീനെ, നമ്മൾ ഓവറോൾ പേഴ്സണാലിറ്റീനെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിനെ, അങ്ങനത്തെ ഒരു സൊസൈറ്റിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി കൊച്ചിൻ ബിസിനസ് സ്കൂൾ ഉണ്ടാവട്ടെ എന്നുള്ള ആശംസ ഞാൻ നൽകുന്നു.
ഈ ഒരു ആശാനാളം എന്ന ഇനീഷ്യേറ്റീവ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടെ മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും. ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഞാൻ സന്നദ്ധ അറിയിക്കുന്നു. ഇതിന്റെ ഒരു റിസൾട്ട്, ഈ ആശാനാളത്തിന്റെ റിസൾട്ട് ഒരു മുന്നിൽ കാണുവാനും, അത് ഇതിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അടുത്ത കൊല്ലം ഈ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആശാനാളത്തിലൂടെ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് കാണുവാനും ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കുന്നു. And all the best. Stay safe and follow the COVID protocols from the government. And that's from my side. Thank you and good night. Thank you so much, sir. We hope to see you again. അവസാനമായി ആശംസ അറിയിക്കാൻ KBS ഡയറക്ടർ ഡോക്ടർ തോമസ് ജോർജിനെ, ഞങ്ങളുടെ സ്വന്തം തൊമ്മനെ ക്ഷണിച്ചോളൂ. Thank you, Chris J. Hi, Hannah. Good evening, all. Dr. Danish Salim had given an excellent speech, or rather information about how can things be done. And he has been doing this and it is going to continue. And we are going to be a party to his spreading. And our counselor Abdu had spoken, Abdu sir has spoken. Varghese Sachan, എന്താ പറയാ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ കിടുവായിട്ടായിരുന്നു. Midun Raj of Semega gave us a lot of information. എൻ്റെത് I am to felicitate, but Dr. Ribu, definitely, I know him earlier also. A lot of people joining hands together. The teachers, especially the principal in charge, Bindu and Rahul Lakshman. Baki alla teachers ഒരുപാട് മീറ്റിങ്ങുകളിൽ കുറച്ചൊക്കെ ഞാനും ഇരുന്നിരുന്നു. ചിലർ വരും, എന്താ ചരിത്രം വഴിമാറുന്നു ചിലർ വരുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ കുറച്ചു പേരൊക്കെ അവിടെ മുൻകൈ എടുത്തപ്പം ചരിത്രം വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ദറ്റ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ ജോയിനിങ് ഹാൻഡ്സ്. അല്ല എങ്കിൽ രാത്രി 9:15 ഇത്രയും പേര് ഓൺലൈനിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് ഇത്രയും പേര് ഇപ്പോഴും ഇരിക്കാൻ കാര്യം അവർ ഈ പ്രോഗ്രാമിൽ ഫുള്ളി ഇൻവോൾവ് ആണെന്നുള്ളതും ഹൗ മച്ച് ദേ ഹാവ് ടേക്കൺ ഇറ്റ് ടു ദെയർ ഹാർട്ട് എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ലല്ലോ എന്നുള്ളതിൽ നിന്ന് മാറി കോർപ്പറേറ്റിനെയും സ്റ്റുഡൻസിനെയും സൊസൈറ്റിനെയും എല്ലാവരെയും ഒരേപോലെ കൈകോർത്തു പോകുന്ന ഈ പ്രസ്ഥാനം, ഈ പരിപാടി, ആ പേരും വളരെ അന്വർത്ഥമാണ്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ എല്ലാം ടെൻഷൻ വേണ്ട, മാനസികമായിട്ട്. AS ഗിരീഷ് സാറിനെ ഞാൻ കണ്ടു. സാർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഒത്തിരി നമസ്കാരം സാറ്. ഇതിലൊക്കെ വരിക എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ബൂസ്റ്റാണ്. സാറ് അപ്പോളോയുടെ HR ഹെഡ് ആയിരുന്നു. ഇപ്പം ഹീസ് ഹെഡിങ് HR ഓഫ് സൈൻ കൊച്ചി. ആൻഡ് I'm so happy that he is there. ഞാൻ പറഞ്ഞു വന്ന കാര്യം എല്ലാം ലൈറ്റ് ആക്കി എടുക്കണം എന്നുള്ളത് കൊണ്ട് ഒന്ന് ലൈറ്റ് ആക്കുകയാണ്. ആരോ ഒരു കുസൃതിക്കുട്ടൻ അണ്ണാറക്കണ്ണിലും തന്നാലായതിന്റെ കഥ കേട്ടപ്പോൾ അവസാനം ചോദിച്ചതുപോലെ, അല്ല ആ അണ്ണാനെ രാമൻ പുറത്ത് വെച്ച് അതിന്റെ പുറത്തുനിന്ന് തടവിയപ്പം 3 വര ഉണ്ടായിരുന്നുവെങ്കിൽ സീതയുടെ പുറത്ത് എത്ര വര ഉണ്ടാവുന്നായിരുന്നു. എനിവേ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. Thank you so much, dear sir. Next, we have a couple of special felicitations sent to us as a video, and we are happy to present that to you. Over to the video. Hi, ഞാൻ റോണി ഡേവിഡ്. കൊച്ചി ബിസിനസ് സ്കൂളിൻ്റെ ആശാനാളം എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഇനീഷ്യേറ്റീവിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒപ്പം നേരുന്നു. ഈ നിങ്ങൾ സമാഹരിക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് ആവശ്യമുള്ളവരുടെ കയ്യിൽ തന്നെ എത്തിച്ചേരാനും അത് പ്രോപ്പറായിട്ട് അത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ആശ. എല്ലാവർക്കും നമസ്കാരം. അലസാൻഡ്രോ ജോൺസൺ ആണ്. കൊച്ചിൻ ബിസിനസ് സ്കൂളിൻ്റെ ഇനിഷ്യേറ്റീവായ ആശാനാളത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഒരുപാട് ആൾക്കാർ ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാകട്ടെ എന്നും അതിലൂടെ ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റംസാനാണ്. കൊച്ചിൻ ബിസിനസ് സ്കൂളിൻ്റെ ആശാനാളം എന്ന ഇനീഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പോൾ മച്ച് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.
Hi everyone, I'm happy to be the part of the launch of Institutional Social Responsibility Initiative of Kochi Business School. It is a proud moment for the entire institute and I wish all the best for all the faculty members, staffs, students, top management for coming up with such a noble initiative, Asha Nalam. All the very best from my side. നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ നമ്മുടെ പ്രതീക്ഷയെ തളർത്താനായിട്ട് ഒരു കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അസുഖം തൊട്ട് പ്രകൃതിക്ഷോഭം വരെ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലായ്മ, ഇതുപോലെ പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും ഉണ്ട്. ഒരുപാട് പേര് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് സമൂഹത്തെയും ജനങ്ങളെയും ഒരുമിച്ച് കൈകോർത്ത് ഉയർത്തേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് കൊച്ചി ബിസിനസ് സ്കൂൾ ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആശാ നാളം എന്ന് പറഞ്ഞ ഈ ഒരു ISR പ്രോജക്റ്റ്, ISR എന്ന വാക്ക് അധികം എനിക്ക് തോന്നുന്നു കേരളത്തിലും നമ്മൾ കേട്ട് കാണില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കോളേജുകളുടെയും സാമൂഹ്യ പ്രതിബദ്ധത പുറത്തു കൊണ്ടുവരുന്ന പ്രോജക്റ്റുകളാണിത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിന് ഈ ഒരു സമയത്ത് തുടക്കം കുറിക്കുന്ന കൊച്ചി ബിസിനസ് സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. And just like that, everything that has a beginning comes to an end. But this is only the beginning of Asha Nalam. We request all your support and prayers in this journey. Now I invite our faculty member, Mr. Rahul R. Lakshman, to propose the vote of thanks. Thank you, Hannah. It's indeed an honor for me to propose the vote of thanks. And I'm definitely, in short of words, in fact, ഒരു പ്രിപ്പയർഡ് സ്പീച്ചിനെക്കാട്ടിലും നമുക്ക് എപ്പോഴും നന്ദി പ്രകാശനം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പരിപാടി ചെയ്താലും അതിന് ഒരുപാട് പേരുടെ സഹായമില്ലാതെ ഒന്നും നടക്കില്ല. ആൻഡ് ആസ് യു ഓൾ നോ, ബീങ് ഇൻ ദി ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു കണ്ടക്ട് എ program like this, coordinating with everyone. So I first of all thank the Lord Almighty for showering his blessings for the smooth functioning of the program for the last one hour or so, 1 hour and 20 minutes, without power failure, without much technical glitches. I take this opportunity to thank our beloved director, Dr. Thomas George എന്ന് വിളിക്കുമെങ്കിലും നമുക്ക് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം തൊമ്മൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലാണ്. അപ്പൊ തൊമ്മനോട് ഒരുപാട് നന്ദി ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം. വളരെ ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ സാറിനെ ഈ ഫംഗ്ഷനിൽ ഇത്രയും നേരം നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. Our beloved Dr. Bindu and Thomas, our head of the institute, who has always been a pillar of support for all of us. ഞങ്ങൾക്ക് ഒരു എന്താ പറയാ full freedom തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബിന്ദു. I would like to thank our manager Achan for his generous words and encouragement for us. ഇനി ഭാവിയിലേക്കുള്ള നമ്മുടെ ഒരു കാൽവയ്പിന് വളരെ നല്ലൊരു ഗിഫ്റ്റാണ് ഇപ്പൊ അച്ഛൻ നമുക്ക് തന്നിരിക്കുന്നത്. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനെയാണ് ഏറ്റവും അവസാനം നമ്മൾ വിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം എൻ്റെ സ്റ്റുഡൻസ് ടീമിനെ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ CSR ആശാനാളം കമ്മിറ്റിയിൽ ഒരു 21 സ്റ്റുഡൻസിന്റെ ഒരു കമ്മിറ്റി ആയിരുന്നു. അതിൽ ഓരോരുത്തർക്കും ഓരോരോ റോൾസ് നമ്മൾ ആക്ച്വലി 21 പേർക്കും നന്ദി പ്രകാശനം നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ അതിൽ കുറച്ച് പേരുടെ പേര് ഇപ്പൊ നമ്മൾ ആരും ഇവിടെ ഇല്ലെങ്കിലും ഈ ടെക്നിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല. അപ്പൊ കുറച്ച് പേരുടെ പേര് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് വിഷമിക്കരുത്. സോ ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ Sarun. Sarun, are you there? I think he's also one amongst our panelists who has helped us in all our technical support. രാവും പകലും ഈ പറഞ്ഞ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് he has helped us in the last 1 week. And also Ashik. And I take this opportunity to congratulate Hannah for the wonderful, എപ്പോഴും MC-കാരെ എപ്പോഴും ആൾക്കാർ മറന്നു പോകും. അപ്പൊ Hannah, for a wonderful job that you've done for your MCing. Also Maria Dominic, Febi, Basil, and a lot of people have contributed their idea. And our beloved Chris J, അതും പറയണം, നമ്മുടെ പാസിംഗ് ഔട്ട് ബാച്ചിലെ കുട്ടിയാണ്. Chris J ഇന്ന് ക്യാമറ ഓൺ ചെയ്യാത്തത് അയാളുടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ we would have all been fortunate to see his handsome face. He's also currently working. അപ്പോൾ വർക്കിന്റെ സമയം മാറ്റി വെച്ച് he has actually spared time for us.
Ini, I would like to start from the faculty side. So first, I would like to kind of call upon the person who is the person in നമ്മുടെ ഒരു partner in crime എന്ന് വിശേഷിപ്പിക്കാവുന്ന my dear ജീതു മിസ്. ജീതു മാം ഇവിടെ ഉണ്ട്, നമ്മുടെ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ ഉണ്ട്. ജീതു മാമിനെ എല്ലാവർക്കും ഒരു വലിയ കയ്യടി. ഷി ഹസ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ഇൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമായിട്ടാണ് ഇതിന് വർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ മെയിൻ ആള് ബിട്ടു സർ ഇല്ലാതെ ഈ പറഞ്ഞ ടെക്നിക്കൽ സപ്പോർട്ട് ഒന്നും വർക്ക് ചെയ്യില്ല. സോ താങ്ക് യു വെരി മച്ച് ഫോർ ആർ ബിലവഡ് ബിട്ടു സർ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അവർ തിങ്ക് ടാങ്ക് എന്ന് വിളിക്കാവുന്ന പ്രൊഫസർ രാമൻ നായർ ആൻഡ് പ്രൊഫസർ GR സർ ഹു ഹസ് ഓൾവേസ് ബീൻ. നമ്മൾ ഈ എല്ലാ തോട്ട്സും നമ്മൾ ആക്ച്വലി ഒരു ഫാക്കൽറ്റി കൗൺസിലിൽ ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആണ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു പ്രൊഫസർ സോണിയ, Professor Anu and Professor Unni for helping us in all their ideas, contributing their ideas. ഒരുപാട് പേരുടെ ഐഡിയാസ് ഒത്തുചേർന്നിട്ടാണ് ആശാനാളം. ഇനിയും നമുക്ക് KBS ഒരുപാട് ഇവന്റ്സ് വരുന്നുണ്ട്. ആ ഇവന്റുകളിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. And now let me move on to our the guests. നമ്മൾ ഗസ്റ്റിനെയാണ് എല്ലാവരും നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഡാനിഷ് സർ for his wholehearted support, for contributing ഇത്രയും നമുക്കൊരു awareness. I think no better person than him to kind of give us an awareness for our start. I would like to thank our beloved counselor sir. സാറിന്റെ ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ വളരെ വളരെ സന്തോഷം. കൗൺസിലർ സാറുമായിട്ട് ഞങ്ങൾ ഇനി നേരിട്ട് വന്ന് കുറെ പരിപാടികൾ ചെയ്യാനിരിക്കുകയാണ്. അബ്ദു സാറിന് ഒരുപാട് നന്ദി. Mithun sir, it was really nice to hear you. Being an HR faculty myself, I always have an affinity towards HR people. So you were very supportive for us. Dr. Ribu and all the guests who have ensured all their support for our programs. And all of the guests, namal invite the guests who have joined for today's program, and also a very big thanks to all our students of batch 8 and batch 9 first year second year students ne ellavarkum oruvaadu nani. Ningada parents ne, I'm sure some of them would be definitely watching our program. But please do support us in our initiative going forward as well. അപ്പൊ ഈ പരിപാടി എങ്ങനെ അവസാനിപ്പിക്കണം, സാധാരണ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാണ് അവസാനിപ്പിക്കുക സാധാരണ. അപ്പൊ ഇന്ന് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഞങ്ങൾ ഒരു KBS ഫാമിലി നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. One of our student Rakesh had actually contacted one of the HRs for this event, and that's Mr. Sujit from Radisson Blue. So Sujit sir നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട്, നമുക്കൊരു ആശംസയായിട്ട് തന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു കവിത, ആശാനാളത്തിനെ പറ്റി ഒരു കവിത തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ വേർഡ്സ് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങളെ എല്ലാവരോടും നന്ദി പറയാണ്. സോ ഈ വാക്കുകളിലൂടെ ഞാൻ ആക്ച്വലി നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അക്ഷരനാളങ്ങൾ തീജ്വാലയായി നമ്മളെ നയിക്കുന്നു മുന്നിലേക്ക്. ഇന്ന് പ്രാണന്റെ ലക്ഷ്യവും ആത്മാവിൻ അർത്ഥവും ഒന്നിച്ചു ഗ്രഹിച്ചു നാം മുന്നേറി. പിന്നെ അറിവിന്റെ കാരുണ്യ ദീപത്തിനെ അണയാതെ കാത്തൊരു നാളമായി പകർന്നിടാം ഈ തലമുറയ്ക്കും അപ്പുറം ഒരു ആശാനാളമായി. പിന്നെ നാം ഒന്നിച്ച് ഏറ്റുപാടിയിടാം മനതാരിൽ സംതൃപ്ത സമവാക്യ സൂക്തങ്ങളൊക്കെയും എന്ന് പറഞ്ഞ ഈ ഒരു ബ്യൂട്ടിഫുൾ വേർഡ്സ് നമുക്കായി ഷെയർ ചെയ്ത് തന്ന മിസ്റ്റർ രാകേഷിന് ഒരുപാട് നന്ദി. We look forward to have you in our campus. And special thanks to all the poets and all the creative heads amongst our students for giving us this wonderful name. And ഒരു കാര്യം കൂടെ പറയാം, ബി അവെയർ ആൻഡ് ബിവെയർ എന്ന ആ ടൈറ്റിൽ തന്നിരിക്കുന്നത് നമ്മുടെ ആങ്കർ തന്നെയാണ്. ആ ടൈറ്റിൽ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഹാന, ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു യു. ആൻഡ് ബേസിൽ ആൻഡ് another a lot of students have given a lot of quotes. അപ്പൊ ഈ ടൈറ്റിൽ ഉൾപ്പെടെ ആശാനാളം എന്ന ടൈറ്റിൽ തന്നെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് വന്നതാണ്. അപ്പം സ്റ്റുഡൻസിനാണ് എല്ലാ ക്രെഡിറ്റും. പക്ഷെ ഇവിടം കൊണ്ട് നമ്മൾ നിർത്തരുത്, നമ്മുടെ ജോലി ഇനി തുടങ്ങുന്നേ ഉള്ളൂ. ഐ വിഷ് ഓൾ ദി സ്റ്റുഡൻസ് എ ഗ്രേറ്റ് ജേർണി ഓഫ് ആശാനാളം ഗോയിങ് ഫോർവേഡ്. അപ്പോ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു വെരി മച്ച്. സ്റ്റേ സേഫ് and may God bless you all. Thank you very much.